അപ്പോഴും നമ്മൾ മലയാളത്തിൽ ഇന്ന് പ്രവേശിക്കുകയാണ്. 465 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയും, അത് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. അതിന് പ്രത്യേകിച്ച് എല്ലാ ഭാഷയിലുള്ളവർക്കും മനസ്സിലാവും. ഐ സേ ദാറ്റ് ലവ് ഈസ് ദ ലാംഗ്വേജ് ഫോർ ടു ജോയിൻ ഓൾ ടുഗദർ. That anybody can understand the love, the language of love. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് നമ്മൾ ഈ കാണുന്നത്, ഈ 465 ദിവസങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഭാഷ കൂടിക്കൂടി വരുമ്പോൾ ആഹാരത്തിനോട് ഭാഷ കൂടി വരികയും ആഹാരത്തിനോട് സ്നേഹം കൂടി വരികയും അങ്ങനെ പൊണ്ണത്തടിയന്മാരായിട്ട് മാറുന്നവരെ കുറിച്ചുമാണ് ഇന്നത്തെ അടുത്ത മലയാള സെഷനോട്ട് പോകുന്നത്. ആഹാരത്തെ കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യർ, പൊണ്ണത്തടി, കൊടവണ്ടി, കഷണ്ടി, ഇതൊക്കെ പഴയ പുരുഷ ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും ഏതൊക്കെയാണ് ആവശ്യം, ഏതൊക്കെ ആവശ്യമില്ല എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് നമ്മുടെ ഡോക്ടർ എബ്രഹാം വൈദ്യൻ, ഞങ്ങൾ പഴയ സതീർത്ഥ്യരാണ്, എബ്രഹാം വൈദ്യരുമായിട്ട് ഇന്ന് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. എബ്രഹാം വൈദ്യന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം സൈലന്റ് ആയിട്ടുള്ളൊരു പ്രയർ. ഒരു കാര്യം പറഞ്ഞോളട്ടെ, ഞാൻ ഒരുപാട് കൊഴുപ്പ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ കൊളസ്ട്രോൾ ഇല്ല. അപ്പോൾ അതെനിക്ക് പലർക്കും തോന്നാറുണ്ട്, ഇതെന്തുകൊണ്ട് ഞാൻ കൊഴുപ്പ് ഒരുപാട് കഴിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച് വാങ്ങിക്കും. കാരണം കൊഴുപ്പ് ഞാൻ എവിടെയെങ്കിലും പോയാൽ കൊഴുപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം കൊഴുപ്പാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ ഭക്ഷണത്തിൽ ഇപ്പം ഇറച്ചി കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഞാൻ കൊഴുപ്പാണ് കഴിക്കുന്നത്. അപ്പോൾ അതും ഒരു വിഷയത്തിൽ ഞാൻ ഇടുകയാണ്, കാരണം സംസാരിക്കാനായിട്ടുള്ളൊരു വിഷയത്തിലേക്ക് ഡോക്ടർ എബ്രഹാം വൈദ്യൻ്റെ ക്ലാസ്സിലേക്ക് എബ്രഹാം വൈദ്യനെ സാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് കേൾക്കാമല്ലോ? അപ്പോൾ ഇന്ന് IFPHന്റെ ഇന്നത്തെ മലയാള സെഷനില് എന്നെ ക്ലാസ് എടുക്കാനായി വിളിച്ച ഭാരവാഹികൾക്കും എന്നെ കേൾക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. അപ്പൊ എൻ്റെ വിഷയം പൊണ്ണത്തടിയും കൊഴുപ്പിന്റെ ഉപഭോഗവും ഒരു പഠനം എന്നതാണ്. ഈ വിഷയം വരാൻ കാരണം ഇന്നലെ സാജിഷത്തിന്റെ മനോഹരമായ ക്ലാസ്, അതായത് വളരെ ഭംഗിയായി അവതരിപ്പിച്ച ക്ലാസ്, വളരെ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്ത് എടുത്ത ക്ലാസ്, വളരെ ഒബ്സർവ് ചെയ്തെടുത്ത ക്ലാസ്. ഈ ക്ലാസ് അത്ര കേട്ടിരുന്നിട്ടും ഞാൻ അഹങ്കാരം കാണിച്ചു. ഞാനത് ചില കമന്റുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ പോർക്കിന്റെ മീറ്റ് കഴിക്കുന്നെങ്കിൽ എക്സസ് ആയിട്ടുള്ള കുറച്ച് ഔട്ടർ ആയിട്ടുള്ള ഭാഗം മാറ്റണം, അത് കോഴിയെ കഴിക്കുമ്പം അതിന്റെ നെയ്യ് മാറ്റി കളഞ്ഞിട്ട് വേണം കഴിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ കയറി എതിർത്തു. ഇന്നലെ സമയപ്പുറമായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഭയന്നെങ്കിലും സമ്മതിച്ചു. ഭയന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിലെ ഈ ഫാറ്റ് മെറ്റബോളിസവും എല്ലാം നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്ക് പഠിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനോട് പലപ്പോഴും വിയോജിപ്പുണ്ടാകും. നന്നായിട്ട് പഠിച്ചു വന്നപ്പോൾ നമ്മൾ എന്തുവാണ് പഠിച്ചത് അത് നന്നായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആണ് പതിവ്. ഇന്നലെ ഞാൻ എൻ്റെ കൂടെ പഠിച്ചൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറിന്റെ മോള് പിന്നെ BHMS ഒക്കെ കഴിഞ്ഞു, നല്ല നല്ല മാർക്കുള്ള കുട്ടിയായിരുന്നു, നല്ല പ്രകടിക്കാൻ മിടുക്കിയാണ്. അപ്പൊ അതിന്റെ MBBS വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മൊത്തം. പിന്നെ ക്യാപിറ്റേഷൻ ഫീ ഒക്കെ കൊടുത്ത് MBBS പോയി കംപ്ലീറ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ പല ഹോസ്പിറ്റലായിട്ടൊക്കെ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡും MBBS ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഭയങ്കര നല്ല പ്രാക്ടീഷണറാണ് അമ്മ. അപ്പൊ ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അത് പറയുന്നത് ഹോമിയോപ്പതി എന്തോ സയന്റിഫിസിറ്റി ചെയ്ത് ആ പെൺകുട്ടി ചോദിച്ചു. BHMS നല്ല രീതിയിൽ പഠിച്ചിറങ്ങിയ ഹോമിയോപ്പതി എന്തോ സയന്റിഫിസിറ്റി ചെയ്ത് ഒരു ഹോമിയോപ്പതി ഡോക്ടറായ ഡോക്ടർ ചോദിച്ചു. അപ്പോൾ നമ്മുടെ BHMS പഠിച്ച ഒരുപാട് പേരെ ഇപ്പൊ വാക്സിനേഷൻ ഒരുപാട് ഡോക്ടേഴ്സ് ഓടിപ്പോയി എടുത്തു. എന്തുകൊണ്ടാണ്? വാക്സിനേഷൻ നല്ലതാണെന്ന് നമ്മൾ പഠിച്ചു, അതിന്റെ സയൻസ് ഒക്കെ പഠിച്ചു. പക്ഷെ അതിന്റെ എഴുതാപ്പുറം വായിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഫാറ്റ് മെറ്റബോളിസം ഫാറ്റിൻ്റെയൊക്കെ എടുത്തപ്പോൾ നമ്മൾ സാധാരണ കേട്ട് വരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് യോജിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാകും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ വലിയ സയൻസിലോ കെമിസ്ട്രിയിലോ ഒന്നും വലിയ ആഴത്തിൽ പോയിട്ടുള്ള ആളൊന്നും അല്ല, അത്ര അറിഞ്ഞുകൂടാ.
എങ്കിലും ഞാൻ കുറച്ച് വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുന്നു. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായിട്ട് തിരുത്തി തരിക, ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ എൻ്റെ ക്ലാസ് വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിയോജിക്കാം. കാര്യം ഞാൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല, എൻ്റെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നിലയിൽ വേണം എല്ലാവരും ക്ലാസ് പങ്കെടുക്കാൻ. എന്നെ എതിർക്കുകയോ എന്നെ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു സങ്കടവുമില്ല, ഒരു പ്രയാസവുമില്ല എന്ന് ആമുഖമായി തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. അമിതവണ്ണം കുറയ്ക്കാൻ ഫാറ്റ് ഫ്രീ ഡയറ്റ് എന്നാണ് നമ്മൾ പൊതുവെ ഡോക്ടർമാർ പറയാറുള്ളത്. നമ്മളും അത് തന്നെയാണ് പറയുന്നത്. എന്താണ് ബാലൻസ് ഡയറ്റ്? നമ്മള് അന്നജം കാർബോഹൈഡ്രേറ്റ് 40%, പ്രോട്ടീൻ അഥവാ മാംസം 30%, ഫാറ്റ് അഥവാ കൊഴുപ്പ് 30%, പിന്നെ വെള്ളം, വിറ്റാമിൻ, മിനറൽസ് എല്ലാം കൂടെ ചേർന്നതാണ് പിന്നെ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബാലൻസ് ഡയറ്റ് കഴിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് പൊണ്ണത്തടി ഉണ്ടായി എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണം നടത്തുമ്പോൾ അത് പലപ്പോഴും തെറ്റിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ആഹാര രീതി അനുസരിച്ച് നമ്മൾ 30% പ്രോട്ടീനോ 30% ഫാറ്റോ ഒന്നും കഴിക്കുന്നില്ല. നമ്മൾ 90% കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നതെന്ന് കാണാം. എന്നാലും അഥവാ ബാലൻസ് എടുക്കുന്നെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, പ്രോട്ടീൻ അഥവാ മാംസം ഊർജമാകില്ല. എനർജിക്ക് വേണ്ടി മാംസം ഉപയോഗിക്കുന്നില്ല. അത് വളർച്ചയ്ക്ക്, കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ വളർച്ചയ്ക്കും, അഡൽട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ മസിൽ സ്ട്രെങ്ത്, പേശീബലത്തിനുമാണ് മാംസം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം പേശിയൊക്കെ നല്ല മസിലൊക്കെ പെരുത്ത് വരണമെങ്കിൽ മാംസം കഴിച്ചാൽ മാത്രം പോരാ, എക്സസൈസ് ചെയ്യണം. നല്ല എക്സസൈസ് ഉണ്ടെങ്കിൽ പ്രോട്ടീൻ മസിലായിട്ട്, മസിൽ ബിൽഡിങ്ങിന് ഉപയോഗിക്കപ്പെടും. അത് പക്ഷേ ഊർജമായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. ചില സ്റ്റാർവേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മസിൽ ഇതായി അതിൽ നിന്നും പിന്നെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ശരീരം ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോക്ടർമാർക്കെല്ലാം മിക്കവർക്കും അറിയാൻ കഴിയും. അത് കൊഴുപ്പിൽ നിന്ന്, സാധാരണ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിൽ നിന്ന് വേണമെങ്കിൽ ഊർജ്ജം ഉണ്ടാകുമെങ്കിലും ഇൻസുലിൻ ഉള്ളതിന്, ബ്ലഡിൽ ഇൻസുലിന്റെ സാന്നിധ്യത്തിൽ അത് നടക്കത്തില്ല. കഴിക്കുന്ന കൊഴുപ്പ് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നുമില്ല. അതിങ്ങനെ സെക്രേറ്റ് ചെയ്ത് എടുക്കുന്നെങ്കിൽ എടുത്തു, എല്ലാം ഉപയോഗിച്ച് അങ്ങനെ പോകുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കാർബോഹൈഡ്രേറ്റ്, അന്നജമാണ് കൊഴുപ്പായി തീരുന്നത്. പൊണ്ണത്തടിയുടെ കാരണവും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അതിനെപ്പറ്റി ഒരു അന്വേഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇപ്പം ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രഭാഷയിൽ പറഞ്ഞാൽ പോളിസാക്കറൈഡ്സ് ആമാശയത്തിൽ ഒരു ചെറിയ ദഹനമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഡിയോഡിനം, ഇനിയം, രജനം ആ ഭാഗങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അത് പോളിസാക്കറൈഡ്സ് എന്ന കണ്ടീഷനിലാണ് അവിടെ എത്തുന്നത്. പോളിസാക്കറൈഡ്സിനെ മോണോസാക്കറൈഡ്സായി കൺവേർട്ട് ചെയ്ത് ബ്ലഡിലോട്ട് ബ്ലഡ് സ്ട്രീമിലോട്ട് വലിച്ചെടുക്കുന്നു. അപ്പൊ ബ്ലഡിലെത്തുമ്പോൾ മോണോസാക്കറൈഡ്സിനെ പിന്നെ പറയുന്നത് ഗ്ലൂക്കോസ് എന്നാണ്. ഗ്ലൂക്കോസ് നിന്നും എന്തിനാണ് ഗ്ലൂക്കോസ് ഊർജ്ജം ഉണ്ടാക്കാൻ വേണ്ടി, എനർജി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത്. അവിടെ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടെങ്കിൽ, വേറെ സെൽസിന് ചില പ്രത്യേകതകളും ഒക്കെ എല്ലാം അനുകൂലമായിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കും. ഊർജ്ജത്തെ പറയുന്നത് അഡിനോ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്, ATP എന്നാണ് നമ്മൾ ഉണ്ടാകുന്ന ഊർജ്ജത്തിന് പറയുന്നത്. ഇത് ഗ്ലൂക്കോസിൽ നിന്നും 33 ATP ആണ് ഉണ്ടാകുന്നത്. 33 ATP ഒരു ഗ്ലൂക്കോസ് മാത്രയിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് എനർജിയായിട്ട് മാറാത്ത സാഹചര്യത്തിൽ ഒന്നുകിൽ എക്സസ് ആയിട്ട് ഗ്ലൂക്കോസ് വന്നു, അല്ലെങ്കിൽ ആവശ്യത്തിന് ഇൻസുലിൻ വന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാർ സെല്ലിലുണ്ടെങ്കിൽ ഇത് ഗ്ലൈക്കോജനായിട്ട് മാറും. ഗ്ലൈക്കോജനായിട്ട് മാറിക്കഴിഞ്ഞാൽ അതായത് ഈ ഗ്ലൂക്കോസിനെ പൊള്ളിക്കുന്ന വസ്തുവാണ്. അതിനെ അങ്ങനെ നിർത്താൻ ശരീരത്തിനാകില്ല. അതിനെ കൊണ്ട് ഗ്ലൈക്കോജനായിട്ട് മാറ്റി കൺവേർട്ട് ചെയ്ത് കൊളസ്ട്രോളെ കൊഴുപ്പാക്കി ശരീരത്തിൽ സൂക്ഷിക്കും. അപ്പൊ കൊഴുപ്പായി വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലെ വയറിലും മറ്റു പല സ്ഥലങ്ങളിലും അത് അടിഞ്ഞുകൂടും. ഇതാണ് പൊണ്ണത്തടിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വീണ്ടും അന്വേഷണം നടത്തുമ്പോൾ, ഇതിനെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്തപ്പോൾ 2500 കാലറിയാണ് ഒരു ദിവസം വേണ്ടത്. നമ്മൾ കൊഴുപ്പ് കഴിക്കാൻ സയന്റിഫിക്കായിട്ട് അറിയാവുന്ന പഠിച്ചവർക്ക് കൊഴുപ്പ് കഴിക്കാൻ ഭയക്കുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്.
അതായത് കൊഴുപ്പിൽ നിന്ന് വേടിച്ചു വരുന്ന ഫാറ്റി ആസിഡിൽ ഒരു ഫാറ്റി ആസിഡ് എനർജിയായി കൺവേർട്ട് ചെയ്താൽ 441 ATP ആണ് അതിൽ നിന്ന് വരുന്നത്. ഗ്ലൂക്കോസിൽ 33 ഉണ്ടാകുമ്പോൾ ഫാറ്റി ആസിഡിൽ 441 ATP, അതായത് ഗ്ലൂക്കോസിന്റെ 13 മടങ്ങ് ഇത് നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇൻസുലിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നില്ല എന്ന സത്യം നമ്മൾ അറിയണം. അത് സ്റ്റോർ ചെയ്യപ്പെടുന്നതുമില്ല. ഫാറ്റിൽ 3 തരത്തിലുള്ള ഫാറ്റി ആസിഡാണ് ഉണ്ടാകുന്നത്. കൊളസ്ട്രോൾ പല നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ വിശദീകരിച്ച പോലെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. 3 ഷോർട്ട് ചെയിന്, മീഡിയം ചെയിന്, ലോങ് ചെയിന്. ഇത് ഷോർട്ട് ചെയിൻ മാത്രമേ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുള്ളൂ. കൂടുതൽ കഴിക്കുന്നത് പുറന്തള്ളു എന്നർത്ഥം. എന്നാൽ മീഡിയം ചെയിനെ ആവശ്യമുണ്ടെങ്കിൽ ഷോർട്ട് ചെയിൻ ആക്കി ഉപയോഗിക്കാനും ശരീരത്തിന് അറിയാം. ഉദാഹരണം വെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ അത് ഷോർട്ട് ചെയിൻ തന്നെയാണ്, പെട്ടെന്ന് നേരിട്ട് ആഗിരണം ചെയ്യും. വെളിച്ചെണ്ണ മീഡിയം ചെയിനാണ്, അതിന് കൺവേർട്ട് ചെയ്ത് ആഗിരണം ചെയ്യും. അപ്പൊ ഇറച്ചിയിലേക്കുള്ള ഫാറ്റ്, ആ ഫാറ്റ് ലോങ് ചെയിൻ ആണ്. ലോങ് ചെയിൻ ആഗിരണം ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ മീഡിയം ചെയിൻ ആക്കി ഷോർട്ട് ചെയിൻ ആക്കി എടുക്കാൻ വേണ്ടി സമയം പിടിക്കാം. കൂടുതലും പുറന്തള്ളും ആണെന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇറച്ചി കഴിച്ചു കഴിഞ്ഞാലും ഈ ഫാറ്റ് എല്ലാം ശരീരത്തോട്ട് അബ്സോർവ് ചെയ്യുന്നില്ല. ഇതെല്ലാം ശരീരം തിരസ്കരിച്ച് പുറത്ത് കളയുന്നതാണ് എന്ന അവസ്ഥയാണുള്ളത്. ഇങ്ങനെ ഇതെല്ലാം ചിന്തിച്ച സ്ഥിതിക്ക് ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നടക്കേണ്ടത്. പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു ക്ലിനിക്കൽ റിസർച്ചിന് വേണ്ടി ആരംഭിച്ചു. ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ റിസർച്ചിന്റെ മാനദണ്ഡം ഒന്നും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാല്. ഈ സാഹചര്യത്തിൽ 30 വർഷം മുമ്പ് ആഹാര രീതിയെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പഠനമെന്ന് ശരിയല്ല, ഒരു അന്വേഷണം എന്നതാണ് സത്യം. ഞങ്ങൾ കുറച്ച് ഡോക്ടർമാർ കഴിഞ്ഞ 30 വർഷമായി പൊണ്ണത്തടിയുള്ളവരുടെ ആഹാര രീതിയിൽ നിരീക്ഷണം നടത്തി തുടങ്ങി. നിരീക്ഷിച്ച് എല്ലാവരും കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിച്ചിരുന്നു. ഞങ്ങൾ 1 വർഷക്കാലം ആഹാര രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി നോക്കി. കൊഴുപ്പ് കൂടിയ ഭക്ഷണമായ വെണ്ണ, എണ്ണ, മുട്ട, ഇറച്ചി എന്നിവ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി നോക്കിയിട്ടും പൊണ്ണത്തടി 1 വർഷമായും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, കുറച്ചു പേർക്ക് തടി കൂടുകയും ചെയ്തു. അതിനുശേഷം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും എന്നാൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണവും കൊഴുപ്പ് പ്രോട്ടീനൊക്കെ കൂടിയ ഭക്ഷണവും പച്ചക്കറികളും ചില പഴവർഗ്ഗങ്ങളും നൽകുക എന്നതാണ് അടുത്തതായി ചെയ്തത്. ഇതിന് അന്ന് ഞങ്ങൾ എടുത്തത് അറ്റ്കിൻസ് ഡയറ്റ് എന്ന ഒരു അമേരിക്കയിലെ ഒരു കാർഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ അറ്റ്കിൻസ് നടത്തിയ ഡയറ്റ് റെവല്യൂഷനാണ്. ഇത് വേൾഡ് ഫേമസ് ആയിരുന്നു. അതിന്റെ പുസ്തകങ്ങൾ അതിന്റെ ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളായിരുന്നു ആ പുസ്തകങ്ങൾ. അങ്ങനെ ലോകത്തെല്ലാ ഭാഗത്തും വളരെ ഭംഗിയായി നടത്തിയ അറ്റ്കിൻസ് ഡയറ്റ്. അപ്പൊ അറ്റ്കിൻസ് ഡയറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് ആണ് ഇത്തരം ഭക്ഷണം നിർദ്ദേശിച്ചത്. അപ്പം അറ്റ്കിൻസ് ഡയറ്റ് കൊടുത്തപ്പോൾ, ഈ അറ്റ്കിൻസ് ഡയറ്റ് ആണ് ഇപ്പോഴത്തെ പേര് മാറി കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. അത് ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ, ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പം അത് നടത്തിയപ്പോൾ 10% പേർക്ക് 5 കിലോ ശരീരഭാരം 2 ആഴ്ച കൊണ്ട് കുറഞ്ഞു. 5 കിലോ ശരീരഭാരം 2 ആഴ്ച കൊണ്ട് അറ്റ്കിൻസ് ഡയറ്റ് എടുക്കുക മാത്രം കൊണ്ട് കുറഞ്ഞു. വേറെ എക്സസൈസ് ഒന്നും പ്രത്യേകം ചെയ്യിച്ചില്ല, ഡയറ്റ് മാത്രം മാറ്റം വരുത്തി കുറവുണ്ടായി. പങ്കെടുത്ത 75% പേർക്കും 3 മാസം കൊണ്ട് 5 മുതൽ 10 കിലോ വരെ കുറവുണ്ടായി. അതിൽ ആ കുറവുള്ളവരിൽ 50% ആളുകൾക്ക് 20 കിലോയോളം ഭാരം കുറയ്ക്കാൻ സാധിച്ചു. കുറച്ച് നാളുകൊണ്ട്, 1 വർഷം കൊണ്ടൊക്കെ 20 കിലോയോളം ഭാരം കുറയ്ക്കാൻ സാധിച്ചു. ശരീരത്തിലെ കൊഴുപ്പിന്റെ സാന്നിധ്യം നന്നായി കുറഞ്ഞു. 3 വർഷം കൊണ്ട് 40 കിലോ വരെ കുറഞ്ഞ ഒരാളുണ്ട്. ചിലരുണ്ട്. ഒരാൾക്ക് വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം അയാളെ വിളിച്ചിരുന്നു. 40 കിലോ വരെ, 120 കിലോയിൽ നിന്നും 80 കിലോ ആയിട്ട് കുറഞ്ഞു. വളരെ സ്വസ്ഥമായിട്ട് നടക്കുന്നു. അയാൾ ഫോണിൽ പറഞ്ഞത്, ഡോക്ടറെ ഇപ്പൊ എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ല, അത്രയ്ക്ക് ഞാൻ മാറിപ്പോയി, ഞാൻ വളരെ ഊർജ്ജസ്വലായിട്ട് നടക്കുന്നു എന്നാണ്. എന്നാൽ ഈ അറ്റ്കിൻസ് ഡയറ്റ് 3 മാസത്തോളമൊക്കെ ശക്തമായിട്ട് തുടരുന്നത്. 3 മാസം ശേഷം ഭക്ഷണ നിയന്ത്രണത്തിൽ ചില അയവുകൾ ഞങ്ങൾ വരുത്തും. കാര്യം ഇപ്പൊ ഈ കീറ്റോൺ ഡയറ്റിനെ പറ്റി പറയുന്ന പ്രധാന ആരോപണം, ഇത്
കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുന്നതൊക്കെ മറ്റുമാണ്. അത് കീറ്റോൺ പോയെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ വാങ്ങണമെന്നില്ല. പക്ഷെ അസിഡോ കീറ്റോസിസ് എന്ന അവസ്ഥ വന്നാൽ അങ്ങനെ ഉണ്ടാകും. അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെറുതുണ്ട്. അപ്പോൾ തന്നെയുമല്ല, ഈ കീറ്റോൺ ഡയറ്റ് ദീർഘകാലം കുറച്ചാൾ എടുത്തു കഴിഞ്ഞാൽ അത് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അത് എല്ലാത്തിലും കാണാം. ഇപ്പൊ നമ്മൾ എക്സസൈസ് എടുക്കുവാണ്, എക്സസൈസ് എടുത്ത് കുറച്ച് എക്സസൈസ് നിർത്തുമ്പോഴത്തേക്ക് വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇപ്പം കുടിയന്മാരായിട്ടുള്ള ആൾക്കാരെ കുടി ഒരു 10-40 ദിവസം 50 ദിവസം നിർത്തിവെച്ച് നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും കുടി അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് പഴയതിന്റെ അപ്പുറത്തെ അവസ്ഥയിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒബ്സർവേഷൻ ഒക്കെ നടത്തിയെങ്കിലും ഇതൊരു കൺട്രോൾ ഗ്രൂപ്പ് വെച്ചല്ല നടത്തിയത്. ഇതിന്റെ ഡേറ്റ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിട്ടില്ല. കാര്യം പല ഡോക്ടർമാരുടെ ഇത് ഇത്തരം കേസുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇത്തരം കേസുകൾ ശ്രദ്ധിച്ച് അതിന്റെ റിസൾട്ട് ഒരു ഇതൊരു പഠനമായിട്ട് കാണാൻ പറ്റുകയില്ല. എങ്കിലും ഒരു പൈലറ്റ് സ്റ്റഡിയായി കണക്കാക്കി വീണ്ടും ആർക്ക് വേണമെങ്കിലും ഇതേ രീതിയിൽ പഠനം നടത്താവുന്നതാണ്. ഇത് സയന്റിഫിക് ഡാറ്റ വെച്ചോണ്ട് കൺട്രോൾ ഗ്രൂപ്പും എല്ലാം വെച്ചോണ്ട് ഈ പഠനം തുടർന്ന് നടത്താവുന്നതാണ്. എന്നാൽ ഈ കീറ്റോ ഡയറ്റ് അക്യൂസൈറ്റ് പറയുമ്പോഴത്തേക്ക് ഇത് എടുക്കുന്ന ദോഷമല്ലേ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി പറയാനുണ്ട്. കാർബോഹൈഡ്രേറ്റ് അഡിക്ഷൻ കുറയ്ക്കാൻ കീറ്റോ ഡയറ്റ് നല്ലതാണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒരു ജിലേബി ഇരിക്കുന്നാൽ എടുക്കാതെ കഴിക്കാതെ പോകാൻ പറ്റത്തില്ല. ലഡു തിന്നാതെ പോകാൻ പറ്റത്തില്ല. അഥവാ തിന്നാതെ പോയാൽ തന്നെ അത് നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച സാധനം കിട്ടാതിരുന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറന്നു നോക്കി, ഒന്നും അതിൽ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് അറിയാമെങ്കിലും തുറന്നു നോക്കി അടയ്ക്കുന്നതൊക്കെ കാർബോഹൈഡ്രേറ്റ് അഡിക്ഷന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് അഡിക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ അറ്റ്കിൻസ് ഡയറ്റ് ഒരു കോഴ്സ് എടുക്കുന്നത് നന്നായിരിക്കും. ആദ്യത്തെ 1 മാസവും 1-2 മാസം പിന്നെ ശക്തി കുറഞ്ഞ അടുത്ത സെക്ഷനൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ സ്വന്തം അനുഭവമാണ്. ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് കൂടി 5 നേരം 5 നേരമൊന്നല്ല 5-6 നേരമൊക്കെ എപ്പം കിട്ടിയാലും കഴിക്കുന്ന ഒരു അവസ്ഥ നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് കഴിക്കുന്നത്. അപ്പൊ 100-110 കിലോകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കഴിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും അറ്റ്കിൻസ് ഡയറ്റ് എടുത്ത ശേഷം എനിക്ക് പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ് അഡിക്ഷൻ മാർക്കറ്റ് എനിക്ക് അലുവയോ ഇഷ്ടപ്പെട്ട ജിലേബി എന്തോ ഓഫർ കിട്ടിയാലും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കൊതി തോന്നാത്തൊരവസ്ഥയിലോട്ട് എത്തിയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ എത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ അത് സഹായിക്കും. അപ്പോൾ ഇപ്പം ഞങ്ങൾ പിന്തുടരുന്ന രീതി ഇത് രണ്ടുമല്ല, അറ്റ്കിൻസ് ഡയറ്റോ കീറ്റോൺ ഡയറ്റോ ഒന്നുമല്ല. ഇപ്പോൾ ഞങ്ങൾ പിന്തുടരുന്ന രീതി അതായത് പട്ടിണി കിടന്നുള്ള ചികിത്സ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ ഡയറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് സങ്കടം വരും. എല്ലാം ഉണ്ട്, പ്രത്യേകിച്ചും വലിയ കാശുകാരെല്ലാം ഭയങ്കര കോടിക്കണക്കിന് കാശുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഫുഡും ഉണ്ട്, ലോകത്തെ സർവ്വ ഫുഡും ഉണ്ട്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി അതിന്റെ ബൊഫേ പോകുന്നു, ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഒരു സാലഡിന്റെ കഷ്ണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത് ഞാൻ യോജിക്കുന്നില്ല. പട്ടിണി കിടന്നുള്ള ചികിത്സ ആവശ്യമില്ല. കഴിക്കുന്ന ആഹാരം രുചികരവും പോഷക സമൃദ്ധവും സംതൃപ്തി നൽകുന്നതും ആയിരിക്കണം. രുചികരവും പോഷകവും സംതൃപ്തി നൽകുന്നതും ആയിരിക്കണം നമ്മുടെ ആഹാരം. ഇന്നലെ സെഡ് ഡോക്ടർ ഇതായിരിക്കണം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ ക്ലാസ്സിന്റെ ആദ്യ ഭാഗം കേട്ടില്ല, 1/4 ഭാഗമായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും കേട്ടു. ഇതെല്ലാം അഥവാ പറഞ്ഞു പോയതാണെങ്കിൽ ക്ഷമിക്കണം, ആവർത്തിക്കുന്നു, ഇതിൽ ക്ഷമിക്കണം എന്നുണ്ട്. ഡോക്ടറുടെ ക്ലാസ് 1-2 പോയിന്റ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതൊക്കെ കവർ ചെയ്ത് കാണും എന്നെനിക്ക് തോന്നി. കാര്യം കളറുള്ള പല വർണ്ണങ്ങളിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കഴിക്കേണ്ട ആവശ്യകതയെ പറ്റി അദ്ദേഹത്തിന് കുറച്ച് ഭാഗം ഞാനത് കേട്ടിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ഇന്നലെ അത് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനത് പ്രിപ്പയർ ചെയ്ത് പറയുന്നു. അപ്പം ആദ്യം നമ്മൾ അറിയേണ്ടത് എന്ത് കഴിച്ചുകൂടാ എന്നാണ്. എന്ത് കഴിച്ചുകൂടാ, എന്ത് കഴിക്കണം, എന്തുകൂടി കഴിക്കണമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കഴിച്ചുകൂടാത്ത ആഹാരങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സംഗതി എളുപ്പമാകും. കഴിച്ചുകൂടാത്ത ആഹാരങ്ങൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കഴിക്കാമല്ലോ, പ്രശ്നമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിൽ വരുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്,
റിഫൈൻഡ് ഓയിൽ, പഞ്ചസാര, ഓട്സ്, ബാർലി ഇവയാണ്. ഓട്സ്, ബാർലി എന്നിവ ഇതിൽ പെടുത്തിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവയിൽ ഗ്ലൂട്ടിന്റെ അംശം വളരെ കൂടുതലുണ്ട്. ഗ്ലൂട്ടിൻ എന്ന പ്രോട്ടീൻ ധാരാളമായിട്ട് ഓട്സിലും ബാർലിയിലും ഉണ്ട്. ഇതാണ് പല രോഗങ്ങൾക്കും ഇടയാക്കുന്നത്. തൈറോയ്ഡ് മുതൽ ഓരോരോ ഓർഗനിലെ ഇൻഫ്ലമേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പിന്നെ ഈ സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ എല്ലാം ഉണ്ടാക്കുന്ന ഈ ഗ്ലൂട്ടിനാണ് ഒരു പ്രധാന വില്ലനായിട്ട് വരുന്നത്. അതുകൊണ്ട് എത്ര നല്ല ആണ് ഓട്സ് എന്നൊക്കെ ഇതൊക്കെ ഡയബറ്റീസിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഓട്സ് എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ഓട്സില് ഗ്ലൂട്ടിൻ ഉള്ളതുകൊണ്ട് ഗ്ലൂട്ടിൻ ബാർലി ഒഴിവാക്കുക. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ആട്ട, മൈദ, റവ തുടങ്ങിയ സാധനങ്ങളൊക്കെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് വരുന്നതാണ്. പിന്നെ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഏറ്റവും നല്ല ഒരു ഓയിലാണ്. ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഓയിലാണ് വെളിച്ചെണ്ണ. പക്ഷേ ഇത് ഹൈഡ്രജനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നെങ്കിൽ ചീത്തയായ ജലാംശം കളയണം. ഇതിന് ജലാംശം കളയാൻ വേണ്ടി നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്നത് കാച്ചിയെടുക്കും. അത് കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ കൂടിയ അളവിൽ അങ്ങോട്ട് കടത്തി വിടും. ഹൈഡ്രജനേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഈ പാക്ക് ചെയ്യുന്ന ഓയിലുകൾ. അങ്ങനെ പാക്ക് ചെയ്ത് കിട്ടുന്ന ഓയിലുകളിൽ നല്ലതല്ല. ഇത് നമുക്ക് വളരെ ദോഷം ചെയ്തു. പിന്നെ വെളിച്ചെണ്ണ, നല്ലെണ്ണ ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ പാം ഓയില്, സൺഫ്ലവർ ഓയില് തുടങ്ങിയതൊക്കെ വളരെ അപകടകാരിയായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ സൺഫ്ലവർ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ എന്തുവാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഈ സൺഫ്ലവറിന്റെ വിലയും 1 കിലോ ഓയിലിന്റെ വിലയും നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സാമ്യവുമില്ല. അതിന്റെ 10 ഇരട്ടി ആകും, ഓയിലിന് കിട്ടുന്നതിന്റെ 10 ഇരട്ടി ആകും അതിന്റെ സീഡിന്റെ വില. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തുവാണ് ഇവർ തരുന്നത്? മിക്കവാറും പെട്രോളിയം ഡെറൈവേറ്റീവ് ആയിരിക്കും ഇത് തരുന്നത്. നമുക്ക് ചില ബിലീഫുണ്ട്, അത് നല്ലതായിരിക്കും. ചില ബിലീഫ് നമുക്കുണ്ട്. ഉദാഹരണം, ജോൺസൺ ആൻഡ് ജോൺസന്റെ ഓയില്, ബേബി ഓയിലാണ് എല്ലാവരും വാങ്ങി തേക്കുന്നത്. ഇത് കൊച്ചുങ്ങൾക്ക് തേക്കാൻ വേണ്ടി വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ധാരണ നല്ല ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്നതാണ് എല്ലാവരുടെയും ധാരണ. കൂടുതൽ പേരും നല്ല ഒലിവ് ഓയിൽ ഉണ്ടാക്കിയതാണ് ധരിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ അത് സൂക്ഷിച്ചു വായിച്ചു നോക്കിയാൽ വളരെ ചെറിയ ലെറ്ററിൽ അത് എഴുതിയിട്ടുണ്ട്, അത് പാരഫിൻ ഓയിലാണെന്ന്. പെട്രോളിയം ഡെറിവേറ്റീവ് പാരഫിൻ ഓയിലാണ്. ഇത് ശരീരത്തിൽ കഴിക്കുകയോ തേക്കുകയോ ചെയ്യുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു വലിയ കമ്പനി ആയതുകൊണ്ടും ഒക്കെ ഇതാരും തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ പാക്കറ്റിൽ കിട്ടുന്ന എണ്ണകളും ഒക്കെയാണ് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം. കാശുണ്ടെങ്കിൽ നമ്മൾ മോഡേൺ ആകട്ടെ എന്ന് അറിഞ്ഞുകൊണ്ട് അവർ പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുന്നത്. തവിടെണ്ണ, സൺഫ്ലവർ, ഇതിനൊക്കെ എന്തുവാണെന്ന് പോലും നമുക്ക് അറിയില്ല. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, പല പ്രാവശ്യം ചൂടാക്കിയ അന്നജം കാർബോഹൈഡ്രേറ്റ് അപകടകാരിയാണ്. പച്ചരിയാണ് ഏറ്റവും നല്ലത്. കാരണം പച്ചരി ചൂടാകുന്നില്ല, നേരെ എടുക്കുകയാണ്. നേരെ വിളിച്ച് പുഴുക്കലരി ആകുമ്പോഴത്തേക്ക് അത് 2 പ്രാവശ്യം തിളപ്പിക്കുകയും ാണ് കുത്തിയാണ് അരി എടുക്കുന്നത്. ഈ അരിയെ വീണ്ടും നമ്മൾ 100 ഡിഗ്രിക്ക് മേളിൽ തിളപ്പിച്ചിട്ടാണ് ചോറാക്കുന്നത്. ഈ 3 പ്രാവശ്യം ചൂടാകുന്ന ചോറ് ഇത് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നതാണ്. ആ ഗ്ലൂക്കോസിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ദോഷമായിട്ട് വരും. അപ്പം പരമാവധി ചൂടാക്കിയ അന്നജം, അപകടമായ പുഴുക്കലരി, മൈദ, റവ, ആട്ട തുടങ്ങിയവ ഒഴിവാക്കി എന്തും കഴിക്കാം. അപ്പം പുഴുക്കലരിയുടെ കാര്യം ഇതാണെങ്കിൽ എന്തുകൊണ്ട് റവ, മൈദ, ആട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ റവ, ആട്ടയും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഗോതമ്പിന്റെ തന്നെ പല ഫോംസ് ആണ്. അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടി പല പ്രാവശ്യം 100 ഡിഗ്രിക്ക് മേളിൽ ചൂടാക്കുന്നുണ്ട്, 150 ഡിഗ്രിയോളം ചൂടാക്കുന്നുണ്ട്. അതായത് ഇത് പുഴുകുത്താതിരിക്കാനുള്ള കെമിക്കൽ ചേർക്കാന്, സോഫ്റ്റ്നെസ് കിട്ടാനുള്ള ഇത് ചേർക്കാന്, അങ്ങനെ പല പ്രോസസ്സിനും വേണ്ടി 5 പ്രാവശ്യം ഇത് ചൂട് കൂടിയ പ്രോസസ്സിന് വിധേയമാകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് വളരെ അപകടകാരിയായിട്ടുള്ള വസ്തുവായിട്ടാണ് മാറുന്നത്. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. അപ്പൊ ഇവയൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കഴിക്കാം. അപ്പൊ ഇത് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാലേ, നമ്മുടെ നാട്ടിൽ ഡയബറ്റിസ് വന്ന കഥ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 50-60 വർഷങ്ങൾക്ക് മുമ്പാണ് ഡയബറ്റിസ് മെല്ലെ കണ്ടു തുടങ്ങിയത്. അന്ന് ആർക്കായിരുന്നു ഡയബറ്റിസ് വന്നത്? വീട്ടിലെ ഗൃഹനാഥനായിരുന്നു
ഡയബറ്റീസ് ഉണ്ടായത്. ആദ്യം ഉണ്ടായത് വീട്ടിലെ ഗൃഹനാഥനായിരുന്നു. അതിന്റെ പിന്നാമ്പുറം തേടിപ്പോയി കഴിഞ്ഞാൽ അന്ന് പലപ്പോഴും ആഹാരത്തേക്ക് ക്ഷാമമുള്ള കാലമാണ്. അപ്പോൾ അല്പം ചോറ് ഉണ്ടാകും. ആ ചോറ് വീട്ടിൽ ഗൃഹനാഥൻ ചോറ് കഴിക്കും. ബാക്കി ഇപ്പം മൃഗങ്ങളൊക്കെ സിംഹമൊക്കെ ഏറ്റവും വലിയ ഭാഗം സിംഹം തിന്നും, ബാക്കിയുള്ളത് പെൺസിംഹങ്ങൾ തിന്നും. പറഞ്ഞ പോലെ പ്രധാന ഭാഗം ഗൃഹനാഥൻ തിന്നും, ബാക്കിയുള്ളവർ തിന്നും. ബാക്കിയുള്ളവർ കപ്പയോ ചേമ്പോ ചേനയൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചോറുണ്ട ഗൃഹനാഥനാണ് ആദ്യം ഡയബറ്റീസ് വന്നത്. കാലം കുറച്ചുകൂടെ കഴിഞ്ഞു, ഇച്ചിരിയും കൂടെ ഒക്കെ മെച്ചമായപ്പോഴത്തെ സ്ത്രീ സമത്വമൊക്കെ ഇച്ചിരി ഉയർന്നു. അപ്പം വീട്ടമ്മയും കൂടെ ചോറ് കഴിക്കാൻ തുടങ്ങി. അപ്പൊ മുതിർന്ന രണ്ടുപേർക്കും, അപ്പനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ട്, ബാക്കി മക്കൾക്കില്ലാത്തൊരവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാൻ തുടങ്ങി, മക്കൾക്കും ഡയബറ്റീസ് വന്നു തുടങ്ങി. അപ്പൊ അപ്പനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഡയബറ്റീസ് വരും. ഒരു പാരമ്പര്യ രോഗമാണെന്ന് ആധുനിക ശാസ്ത്രം പറഞ്ഞു. ആധുനിക ശാസ്ത്രം എന്ന് അങ്ങനെ ഇപ്പൊ കോവിഡിന്റെ പേരിൽ കടന്ന ശാസ്ത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, കോവിഡിന്റെ പേരിൽ നടത്തുന്ന ശാസ്ത്രങ്ങളെ. അപ്പൊ അത് പാരമ്പര്യ രോഗമാണെന്ന് മോർണിംഗ് അത് ആധുനിക സയൻസ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറഞ്ഞു. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞു ലൈഫ് സ്റ്റൈൽ രോഗമാണെന്ന് പറഞ്ഞു. ലൈഫ് സ്റ്റൈൽ രോഗമാണെങ്കിൽ എക്സസൈസ് എടുത്തും നല്ല ദിവസം രാവിലെ 6 കിലോമീറ്റർ നടന്നൊക്കെ ഇത് പരിഹരിക്കാം എന്നുള്ള ഉപദേശമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, തലയിൽ എൻ്റെ അടുത്ത ദിവസം കാണുന്ന ഒരു മീൻകാരിയുണ്ട്. 50 കിലോയോളം തലയിൽ ഭാരം ചുമന്നുകൊണ്ട് 4 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് പിന്നെയും 4-5 കിലോമീറ്റർ നടന്ന് ദിവസം 8-9 കിലോമീറ്റർ നടന്ന് ഈ ഭാരവും ചുമന്ന് നടക്കുന്ന ആ സ്ത്രീ ഭയങ്കര ഡയബറ്റിക്കാണ്. നമ്മളെ കിളയ്ക്കാൻ വരുന്നതും നല്ല കൈകാര്യം ചെയ്ത പലരും ഡയബറ്റിക്കാണ്. പല സ്പോർട്സ് പേഴ്സണുകളും ജിംനാസ്റ്റിക്കുകളും ഡയബറ്റിക്കാണ്. എന്തുകൊണ്ടാണ്? എക്സസൈസിന്റെ കുറവാണോ? അവർ കഴിക്കുന്ന ഭക്ഷണമാണ് പ്രശ്നം. ഇത് കഴിച്ചിട്ട് നല്ല ഭക്ഷണം, നല്ല ഇത് കിട്ടാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി നല്ല ഭക്ഷണം കഴിക്കാറുണ്ട്. തെറ്റായ ഭക്ഷണം മാത്രമാണ് കാരണം. നമ്മളിപ്പോൾ കൊച്ചുനാളിൽ തൊട്ടേ നമ്മൾ ട്രെയിനിങ് ആണെങ്കിൽ കൊച്ചുങ്ങളെ ഡയബറ്റിക്കായിട്ടും വലിയ ഗുരുതരമായ രോഗിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വർഷമായിട്ട് 6 മാസം ആകുമ്പോൾ ആദ്യത്തെ ഭക്ഷണമായിട്ട് ബിസ്ക്കറ്റ് കൊടുത്തു തുടങ്ങും. പണ്ട് ചോറൂണ് കൊടുക്കുന്നത് ചടങ്ങായിരുന്നു. 6 മാസം ആകുമ്പോൾ ചോറൂണ് കൊടുക്കുന്നതിന് പകരം ബിസ്ക്കറ്റാണ് കൊച്ചുങ്ങളുടെ പ്രധാന ഭക്ഷണം. ബിസ്ക്കറ്റ് കൊടുക്കുന്നത് അഭിമാനമായിട്ട്, കൊടുത്തില്ലെങ്കിൽ ഏതാണ്ട് തകരാറാകണം, അതിന്റെ ന്യൂട്രിയന്റ് കൊടുക്കുന്നത് പോലെയാണ് ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. ആ കുട്ടിയെ നശിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്ത് കഴിക്കരുത് എന്നറിഞ്ഞാല് എന്ത് കഴിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. എന്ത് കഴിക്കാമെന്നും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാല് എന്തുകൂടി കഴിക്കണം എന്ന് നോക്കണം. വിറ്റാമിൻ, മിനറല്, ഫ്ലേവനോയിഡുകൾ എന്നിവയൊക്കെ മസ്റ്റായിട്ട് കഴിക്കണം, ഉറപ്പാക്കി കഴിക്കേണ്ട സാധനങ്ങളാണ്. കാര്യം, ഒരു കാർ ഓടണമെങ്കിൽ പെട്രോളോ ഡീസലോ ഒഴിച്ചാണ് ഓടുന്നത്. പക്ഷെ അതിന്റെ എൻജിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് എൻജിൻ ഓയിൽ ഒഴിക്കണം. അപ്പൊ ഈ പറഞ്ഞ ഗ്ലൂക്കോസോ പ്രോട്ടീനോ ഒന്നല്ല സെല്ലിന് വേണ്ടത്. സെല്ല് ഇത് ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അവിടെ വൈറ്റമിൻ, മിനറൽസ്, ഫ്ലേവനോയിഡ്സ് ഒക്കെ വന്നാലേ അത് ശരിക്കും നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അത് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഇപ്പൊ ഫ്ലേവനോയിഡ്സിലൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? പല നിറത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ മസ്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ലഭ്യമാകും, ഫ്ലേവനോയിഡ്സുകൾ ലഭ്യമാകും. മിനറൽസും വൈറ്റമിൻസ് കിട്ടുന്നതിനെ പറ്റി പ്രത്യേക 8ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്ന നല്ല വൈറ്റമിൻസ് ഓരോന്ന് എവിടുന്നൊക്കെ കിട്ടുന്നു നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ നൽകുന്ന ആഹാര നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യുസൈറ്റൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഞങ്ങൾ നൽകുന്ന ആഹാര നിർദ്ദേശം രാവിലെ ഒരു ഗ്ലാസ് വെജിറ്റബിൾ ജ്യൂസ്, ഫസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ജ്യൂസാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സാലഡ് 1 കപ്പ്, വെജിറ്റബിൾ സാലഡ് 1 കപ്പ് വെജിറ്റബിൾ സാലഡ് കഴിക്കാൻ പറയും. ഒരു 10-15 നട്ട്സ്, കാഷ്യൂ നട്ടോ, പിന്നെ പല നട്ട്സുകൾ ഇപ്പോൾ അവൈലബിളാണ്. നട്ട്സുകൾ എന്തെങ്കിലും രാവിലെ കഴിക്കാൻ പറയും. അതിലൂടെ പഴം കഴിക്കാം, 2 പഴവും കഴിക്കുക. ഇതൊക്കെയാണ് രാവിലെ കൊടുക്കുന്ന ഡയറ്റ്. ഈ ഭക്ഷണം ശരീരത്തെ ആൽക്കലൈനായി നിലനിർത്താൻ സഹായിക്കും. ബ്ലഡിൽ അസിഡിറ്റി കൂടുമ്പോഴാണ് രോഗങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പൊ ആൽക്കലൈനായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ സഹായിക്കും. അപ്പം ഈ ഡയറ്റ് ആൽക്കലൈനായിട്ട് നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിശപ്പുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു 3 ഘടകങ്ങളാണ് ഉള്ളത്:
രുചിയുള്ളതായിരിക്കണം, തൃപ്തി തരുന്നതായിരിക്കണം, പോഷക സമൃദ്ധമായിരിക്കണം. അഥവാ നമുക്ക് ആൾക്ക് വ്യക്തിത്വം കഴിച്ചിട്ട് പോരാ, വിശക്കുന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ 2 മുട്ട കൂടി കഴിക്കാം. മുട്ട, മഞ്ഞക്കരി ഉൾപ്പെടെ 2 മുട്ട കൂടി കഴിച്ചാൽ അല്പം കഴിയുമ്പോൾ അത്തരം വിശപ്പ് സ്വല്പം കഴിയുമ്പോഴത്തേക്ക് അത് വിശപ്പൊക്കെ താകും. ഉച്ച വരെ സ്വസ്ഥമായിട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഉച്ചയ്ക്ക് കഴിക്കേണ്ട ആഹാരം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ 3/1 ഭാഗം പച്ചരി ചോറായിരിക്കണം. പച്ചരി ചോറ് 3/1 ഭാഗം. അത് ഈ വെന്തെടുക്കാത്ത അരി ഏതാണേലും അത് ഉപയോഗിക്കാം. നല്ല പച്ചരി ചോറ്, പൊന്നി അരിയോ പിന്നെ ഈ ബസ്മതി അരിയോ ഒക്കെ ഇതിൽ വന്നേക്കാം. അപ്പൊ അത് പക്ഷെ ബസ്മതി വെന്തതും വേകാത്തത് പ്രോസസ് ചെയ്യാത്ത, അതായത് ആദ്യം തിളപ്പിച്ചെടുക്കാത്തതിനും ഇതുണ്ട്, അത് ഉപയോഗിക്കണം. രാത്രിയിലെ കാര്യം നോക്കുമ്പോൾ മില്ലറ്റ് ആണ് നല്ലത്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിടികിട്ടത്തില്ല. തിന, റാഗി, ചോളം തുടങ്ങിയ 12ഓളം മില്ലറ്റുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റും. വലിയ കാശൊന്നും കൂടുതലൊന്നും വിചാരിക്കേണ്ട, നമ്മൾ അളവ് കുറച്ചേ കഴിക്കുന്നുള്ളൂ. കുറച്ച് കഴിച്ച് ശീലമാകുമ്പോഴത്തേക്ക് നമുക്കത് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും വരുത്തില്ല. ഇതൊന്നും ലഭ്യമല്ലെങ്കിൽ വിഷമിക്കണ്ട. നമ്മുടെ പറമ്പിൽ വിളയുന്ന കാച്ചിൽ, ചേമ്പ്, കപ്പ എന്ന് പറഞ്ഞാൽ ചീനി അല്ലെങ്കിൽ കൊള്ളി, ഇതൊക്കെ കഴിച്ചാൽ തന്നെ ധാരാളം മതിയാകും. അപ്പോൾ ഈ റൂട്ട്സ് കഴിക്കുക, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങള് ഭൂമിക്കടിയിൽ വളരുന്ന ഇത് ഏറ്റവും അപകടകാരിയാണെന്ന് ചില ഡയറ്റീഷ്യന്മാരും ഡയബറ്റീഷ്യന്മാരും ഒക്കെ പറയാറുണ്ട്. പക്ഷെ അതിൽ യാതൊരു കാമ്പും ഇതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കുക. ഇതിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കുക. ഗ്ലൂക്കോസിന്റെ അളവും മറ്റ് എല്ലാ ഘടകങ്ങളും നോക്കുമ്പോഴത്തേക്ക് അരി, അരി, ഗോതമ്പ് തുടങ്ങിയവയുടെ 4/1 കാലറി മാത്രമേ ഇതിൽ നിന്നുണ്ടാകത്തുള്ളൂ. അതായത് 100 ഗ്രാം ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലറിയുടെ 4/1 ഭാഗം മാത്രമേ ഈ കാച്ചിൽ, ചേമ്പ്, കപ്പയൊക്കെ തുടങ്ങിയത് ഉണ്ടാകത്തുള്ളൂ. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ വിജയകരമായി നൽകിയിരുന്ന ഡയറ്റാണിത്. എന്ന് വെച്ചോണ്ട് ഇതാണ് ഏക ഡയറ്റ് എന്നും ഇത് ശരിയായ ഡയറ്റ് എന്നും ഇത് മാത്രം ഫോളോ ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ യുക്തി വളരെ വലുതാണ്. ഞാൻ പഠിച്ചു വെച്ചത് ഒരു കാര്യം മാത്രം പറയാം. നമ്മൾ ഹോമിയോപ്പതിക്കാർ പഠിച്ച പുസ്തകങ്ങളെല്ലാം MBBS പഠിക്കേണ്ട ആൾക്കാർ പഠിക്കേണ്ട പുസ്തകങ്ങളായതുകൊണ്ട് അവരുടെ ചിന്താഗതി നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നു. നമുക്ക് വന്നുപോയി. അപ്പൊ അതാണ് ശരി, അതാണ് ശാസ്ത്രം എന്ന് പറയണ്ട. നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുക, നമ്മൾ സത്യം കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് വളരെ 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 വലിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇനിയും എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. ഞാൻ 100% ഇതൊക്കെ ചെയ്യുന്നു. നന്ദി. ഡോക്ടർ വൈദ്യർ കലക്കി. ഏതായിരുന്നാലും ഒരു സംഭവമുണ്ട്. പുള്ളി എല്ലാം എന്നും പുതിയതായിട്ട് ചിന്തിക്കുന്ന, തൻ്റെ തലച്ചോറ് മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ഒരു വ്യക്തിയാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. സ്വന്തമായിട്ട് ചിന്തിക്കുകയും സ്വന്തമായി കാര്യങ്ങളെ ഗ്രഹിക്കുകയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ വിലയിരുത്തുകയും ചെയ്യുകയും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അടിസ്ഥാനപരമായി പഠിക്കുകയും ചെയ്തിട്ടാണ് പറയുക. അതൊരു വലിയ, ഇന്ന് നമുക്കത് കാണാനായിട്ട് കഴിഞ്ഞു. സാധാരണ കപ്പയെ കുറിച്ച് ഇത്രയും നാള് ഭയങ്കര ധാരണ. ഡോക്ടറെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ ഡോക്ടറെ? പോകുന്നുണ്ടോ? ഇന്റർമിറ്റന്റ് ഡിസീസ് ആണെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വീണ്ടും പോയി. പിന്നെ ആരോ കുഴപ്പമുണ്ടാക്കും ഡോക്ടർ. കേൾക്കുന്നുണ്ട്. നമുക്ക് ഏതായിരുന്നാലും ഓരോരുത്തർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡോക്ടർ ഷഫീഖിനെ വിളിക്കുകയാണ്. ഷഫീഖ് സംസാരിച്ചോളൂ. ഷഫീഖ് വീണ്ടും മ്യൂട്ട് ആയല്ലോ. ഷഫീഖ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമോ? ഡോക്ടർ സംസാരിക്കുന്ന വളരെ കുറവാണ്. പുതിയ മൗലിക കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ, പറഞ്ഞോളൂ.
അല്ല, നമ്മളെ ഇബ്രാഹിം വൈദ്യൻ ഡോക്ടർ പറഞ്ഞതില് ഈ വൈറ്റ് റൈസ് കഴിക്കണമാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ പൊതുവെ കേട്ടിട്ടുള്ളത് തവിടുള്ള അരി കഴിക്കണതാണ് നല്ലതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ പ്രകൃതി ജീവനത്തിൽ അവര് റെഡ് റൈസ് കഴിക്കണം എന്നാണ് പറയുന്നത്. അതിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ റെഡ് റൈസ് കഴിക്കണവർ വളരെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ കഴിയും. അത് കഴിക്കുന്നവർക്ക് അതിന്റെ അറിയാം. ഞാനതിൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളതാണ്. മറ്റത് കഴിക്കണേനേക്കാണ് അതിന്റെ പകുതിയെ നമുക്ക് കഴിക്കാൻ പറ്റും ഈ റെഡ് റൈസ് കഴിച്ചാൽ. അതായത് കുത്തരി എന്ന് പറയുന്ന അത് എല്ലാ കടകളിലും കിട്ടത്തുമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ഡോക്ടറുടെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളതൊന്ന് അറിയണം. അതായത് മാക്രോബയോട്ടിക്സിൽ പറയുന്നത് ബ്രൗൺ റൈസ് കഴിക്കാനാണ്. ബ്രൗൺ റൈസ് ഇത് പറയുന്നത് ബ്രൗൺ അതൊരിക്കലും ചൂടായ പിന്നെ ഒരിക്കൽ തിളപ്പിച്ചെടുത്ത സാധനമല്ല, പച്ചരിയാണത്. അത് തവിട് കളയാതെ കുത്തിയെടുത്ത തവിട് കളയാത്ത പച്ചരിയാണ് ആ സാധനം കൂടുതലും അവൈലബിൾ. അത് കഴിച്ചാൽ ഏറ്റവും സേഫും ഏറ്റവും നല്ലതുമാണ്. അതുപോലെ ഡോക്ടറെ വേറൊരു സംശയം കൂടി. ഈ രാത്രിയത്തെ ഭക്ഷണം കഴിയുന്നതും ഫ്രൂട്ട്സ് ആകുന്നതാണ് നല്ലതെന്നാണ് നമ്മൾ പല പ്രകൃതി ജീവനക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രകൃതി ജീവനക്കാർ പറയുന്നതാണ് പൊതുവെ നല്ലതെന്നാണ് അവർ പറയുന്നത്. രാവിലെയൊക്കെ ഈ വെജിറ്റബിൾ സൂപ്പും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതേപോലെ ഈവനിങ്ങിൽ കഴിക്കണം, നൈറ്റിലാകരുത് കഴിക്കണത്. അതിനൊക്കെ കുറിച്ചൊക്കെ ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ഡോക്ടർ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ള ഇത് കഴിക്കണമെന്നാണ് പറഞ്ഞു രാത്രി. അതായത് അതൊക്കെ തന്നെയായിരുന്നു ആദ്യം റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന്റെ പല ഡിഫക്റ്റും കണ്ടെത്തി. ഞാൻ മാത്രമല്ല, 8-10 ഡോക്ടർ നല്ലതായിട്ട് അന്വേഷണ ബുദ്ധിയുള്ള 8-10 ഡോക്ടേഴ്സ് ഇത് റിസർച്ച് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരും ഒബ്സർവേഷൻ വെച്ചുകൊണ്ടാണ് ഈ ഇതിലോട്ട് വന്നത്. ഇപ്പൊ പ്രകൃതി ചികിത്സ പറയുന്ന എല്ലാം ശരിയല്ല. പ്രകൃതി ചികിത്സ ഒരുപാട് ഫലപ്രദമാണ്, എഫക്റ്റീവാണ്. പക്ഷെ അവർ ഇറച്ചി തിന്നുവാണെന്ന് പറയും. പിന്നെ നമുക്കെന്തിനീ കോമ്പല്ലേ? അല്ല ഡോക്ടറെ, ഞാൻ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്ന ഒരു ലേഡി ഒരുപാട് ട്രീറ്റ്മെന്റ് അലോപ്പതി എടുത്തു, ആയുർവേദം എടുത്തു, ഹോമിയോ എടുത്തു. പക്ഷേ അവരുടെ BP താഴുന്നില്ല. അതായത് ഇതെല്ലാം വിദഗ്ധന്മാരായ ഡോക്ടറാണ് ചികിത്സിച്ചത്. പക്ഷെ അവര് പ്രകൃതി ജീവനത്തിൽ പോയി 1 മാസം അവിടെ അഡ്മിറ്റ് ആയി കിടന്നിട്ട് വന്നപ്പോൾ അവരോട് ഡോക്ടർ ഒരു മെഡിസിനും തന്നില്ല. പക്ഷെ അവരുടെ BP നോർമലായി. അവര് പറഞ്ഞ അഡ്വൈസിലാണ് ഞാൻ ഈ ഡയറ്റ് ഒക്കെ പറഞ്ഞത്. എനിക്ക് ഞാൻ വിയോജിക്കുന്നില്ല, ഒരിക്കലും വിയോജിക്കുന്നില്ല. അത് നല്ലതായിരിക്കും, അത് ഫോളോ ചെയ്യട്ടെ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. ഈ ഡയറ്റ് പ്രകൃതി ചികിത്സക്കാർ ഡയറ്റാണ് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ചില കാര്യമില്ലാത്തിട്ട് അത് ഉപയോഗിച്ച് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള അന്വേഷണമാണ് ഇതിലോട്ട് എത്തിയത്. ചാപ്പേഴി അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. 10-12 ഉണ്ട് ഇവിടെ അവൈലബിൾ ഉള്ളത്. പക്ഷെ പെട്ടെന്ന് വിശക്കും. നേരത്തെ കഴിച്ചിട്ട് കിടന്നോണം. കുറച്ച് കഴിയുമ്പോൾ വിശക്കും. അതിനുള്ള പരിഹാരങ്ങൾ വേണം. വീണ്ടും വീണ്ടും കഴിക്കുക. അപ്പൊ ഇതിന്റെ എഫക്ട് പോയി. അടുത്ത ഹരിയൻ സാർ ഒന്ന് സംസാരിച്ചോ. ഹലോ എബ്രഹാം വൈദ്യൻ. ഹലോ ഡോക്ടർ കേക്കാമോ? ഡോക്ടർ, യുവർ ഒബ്സർവേഷൻ ഈസ് വെരി വെരി കറക്റ്റ്. കൊള്ളാം. നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് ഡോക്ടർ പറഞ്ഞു. ഒക്കെ എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടർ അതിനകത്ത് റിസർച്ച് ചെയ്ത് ഇത്രയൊക്കെ ഫൈൻഡിങ്സ് ഉണ്ടാക്കിയില്ലേ, അത് വളരെ നല്ല കാര്യമാണ്. എനിക്ക് ഡയബറ്റിക് നമ്മുടെ കേരളത്തിൽ കൂടാൻ കാര്യം എൻ്റെ വിചാരം ഈ ഫുഡ് മാത്രമല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ ഒരു പ്രത്യേക രീതിയാണ്. ഈ എപ്പോഴാണ് ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പം തൊട്ട് ആ കുട്ടി ടെൻസാണ്. എഡ്യൂക്കേഷൻ തൊട്ട് കിൻഡർ ഗാർട്ടനിൽ കയറുമ്പം തൊട്ട് ഈ പേരൻസ് കൊടുക്കുന്ന ടെൻഷൻ കുട്ടിക്ക്, പിന്നെ കുട്ടിയുടെ എഡ്യൂക്കേഷനിലുള്ള ടെൻസ്, അവിടുന്ന് അവൻ ഓരോ ക്ലാസ് വരുന്തോറും ടെൻസായിട്ടാണ് വളർന്നു വരുന്നത്. അങ്ങനെ 10ാം ക്ലാസ് ആകുക, അപ്പം ടെൻഷൻ, 12ാം ക്ലാസ് ആകുക, അപ്പോഴും ടെൻഷൻ, പിന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വാസനകൾ എല്ലാം ഈ നമ്മുടെ ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ യുവാവാകുമ്പോൾ അപ്പോഴും അവൻ അനുഭവിക്കുന്നു ഭയങ്കരമായ ടെൻഷൻ്റെ ജോലിക്കാര്യത്തെ കുറിച്ച്. അതൊക്കെ പിന്നെ അത് ഫാമിലിക്ക് ആകുമ്പോഴും അപ്പോഴും അവൻ അനുഭവിക്കുകയാണ്. അവൻ അങ്ങനെ ഒരു 40
കഷ്ടിച്ച നമ്മുടെ അനുഭവത്തിൽ കാണാൻ 35 ബിറ്റ്വീൻ 35 and 40 ആകുമ്പോഴത്തേക്ക് അവന് ഡയബറ്റിക് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അത് ഈ ഡയറ്റ് മാത്രമല്ല ഇതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിലൊക്കെ എന്തുമാത്രം സ്വീറ്റ്സ് ആണ് ഈ ഗുജറാത്തി സ്കൂളിൽ കഴിക്കുന്നത്, എന്തുമാത്രം സ്വീറ്റ്സ് അവർ കഴിക്കുന്ന. നമ്മുടെ കേരളത്തിലുള്ള അത്രയും ഡയബറ്റിക് പേഷ്യൻസ് അവിടെ ഇല്ല. അപ്പൊ ഈ ടെൻഷൻ അതായത് ഇത് മാനസികമായ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ എക്സർസൈസിന് വിമുഖരാണ്. നമ്മൾ വളരെ ലേസിയാണ് എക്സർസൈസ്. ഇപ്പൊ അഥവാ ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ ശരിയാണ്. എൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന അവന്റെ കാല് മുറിച്ചിട്ട് അവന് ഇപ്പം വീട്ടില് വേറെ ഒന്നും ഇല്ലാതെ ജീവിക്കുകയാണ്. അവൻ ദിവസവും രാവിലെ തൂമ്പാപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവനാണ്. അപ്പൊ അവന് എക്സർസൈസിന്റെ കുറവ് കൊണ്ടല്ല അത് ഡോക്ടർ പറഞ്ഞ പോയിന്റ് വളരെ ശരിയാണ്. ഇവിടെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാരണം ഈ ഫുഡ് എന്ന് പറയുന്നത് വെറും മാറ്റർ ഓഫ് 50% ഉള്ളൂ. ബാക്കി ഈ മെന്റൽ ടെൻഷൻ ശരിക്ക് ഇവർ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ കേരളൈറ്റ്സ്. അതുകൊണ്ടാണ് ഈ ഡയബറ്റിക് പേഷ്യൻസ് വളരെയധികം കൂടുന്നതായിട്ടാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അതാണ് ഡോക്ടറുടെ അഭിപ്രായം കേൾക്കാൻ. ഡോക്ടർ അത് കാര്യം പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ 100 അല്ല 200% യോജിക്കുന്നു. 50% അല്ല മെന്റൽ കോസ്, 90% മാനസിക പ്രശ്നം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചികിത്സ വരുമ്പോഴും ഞാൻ ഇതിനെടുക്കുന്നത് കൂടുതലും അവരുടെ മാനസികാവസ്ഥ തുടങ്ങുന്നതിന് മുമ്പ് എന്തുവായിരുന്നു എന്നുള്ളത് നോക്കിയാണ് ഞാൻ എൻ്റെ ചികിത്സയ്ക്കാണ് മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത് ആഹാരത്തിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ് ഇത് ഞാൻ കാര്യം പറഞ്ഞത്. ഡയറ്റ്, ഇപ്പൊ ഫാറ്റ് ഫ്രീ ഡയറ്റ് കഴിക്കണമെന്ന് പറയുന്നതിനെ ഞാൻ വിയോജിപ്പ് പ്രയോഗിച്ചാണ് ഈ വിഷയങ്ങൾ ഇത്രയും അവതരിപ്പിച്ചത്. ഫുഡിന് ഒരു 10% ഉള്ളൂ, 90% മാനസിക പ്രശ്നങ്ങൾ. മാനസിക പ്രശ്നം എന്ന് വെച്ചാൽ അവരനുഭവിച്ച പ്രശ്നങ്ങള്. അതെ. അതാണ് അത് കൂടുതലായിട്ട് നമ്മുടെ കേരളീസിലുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. ആ തലത്തിലോട്ട് പോയി അവിടെ ഒരു പരിഹാരം കൊടുത്താൽ മരുന്ന് പോലും ഇല്ല, ഒരു ഡോസ് മരുന്ന് പോലും കൊടുക്കാതെ മാറാൻ സാധ്യതയുണ്ടെന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ CJ വർഗീസൊക്കെ ആ രീതിയിലാണ് ചികിത്സിക്കുന്നത്. പക്ഷെ അത് ഈ നമ്മുടെ നാട്ടില് അതൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് ഡോക്ടർ. അത് ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. അതൊരു സോഷ്യൽ പ്രോബ്ലമാണ്. നമ്മുടെ മിക്കവാറും ഡിസീസസ് ഈ സോഷ്യൽ പ്രോബ്ലമായിട്ട് ലിങ്ക് ചെയ്താണ് കിടക്കുന്നത്. ഒത്തിരി പ്രോബ്ലംസ് ലിങ്ക് ചെയ്ത് കിടക്കാം. അതുപോലെ നമ്മളിപ്പോ പറയുന്നുണ്ട് ഇത് ഈ ഡയബറ്റിക്കിന്റെ കാര്യം മാത്രമല്ലല്ലോ, എത്രയോ ആത്മഹത്യകളാണ് നടക്കുന്നത്. സൂയിസൈഡൽ ടെൻഡൻസി നമ്മൾ പറയുന്ന ഈ സിഫിലിറ്റിക് മയാസം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വളരെ കൂടുതലാണ്. അപ്പം ഇതിനൊക്കെ അതൊക്കെ ഒരു സോഷ്യൽ പ്രോബ്ലമായിട്ട് വേണം നമ്മൾ എപ്പോഴും കാണാൻ. നമ്മുടെ ഹോമിയോപ്പതിക്ക് നമ്മൾ ഒരു മയാസമായിട്ട് തന്നെ സിഫിലിറ്റിക് മയാസം കാണാം, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു ഡിസ്ട്രിക്ട്. ഓക്കെ, ദേവൻ സാർ സംസാരിച്ചോളൂ. ദേവൻ സാർ ഡോക്ടർ സംസാരിച്ചോളൂ. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ആദ്യമായിട്ട് ഇബ്രാഹിം മിഥുൻ ഡോക്ടറെ അനുഭവങ്ങൾ പറഞ്ഞതിലൂടെ, അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരു റിസർച്ച് എന്ന രീതിയിൽ റിസർച്ചിനെ കുറിച്ചൊരു തമാശ ഉണ്ട്. നിങ്ങൾ ഒരു പുസ്തകത്തിൽ നിന്ന് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് സാഹിത്യ മോഷണമെന്നും, ഒരുപാട് പുസ്തകത്തിൽ നിന്ന് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ റിസർച്ച് എന്നും പറയും. പലരും റിസർച്ച് അങ്ങനെയാണ്. അതല്ല, ശരിക്കും അനുഭവത്തിൽ നിന്ന് ഈ അനുഭവത്തിലേക്ക് തിരിച്ചു വരണം. അനുഭവങ്ങളാണ് പറയേണ്ടത്. തിയറിയിലേക്ക്, ഹൈപ്പോത്തസിസിലേക്ക് പോകുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അനുഭവത്തിലൂടെ ഈ ഡയറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വളരെ ശരിയാണെന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ അരിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും ഇത്തരം പഠനങ്ങൾ, ഇപ്പൊ അമേരിക്കയിലൊക്കെ ഇത്തരം കുറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 7 രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാറ്റിന്റെ ഒരു പഠനം നടന്നു. ആ പഠനത്തിന് ശേഷം അവരൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി. ഹാർട്ട് ഡയറ്റ് ഹൈപ്പോത്തസിസ് എന്നും പറയേണ്ട ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി. ഈ ഹൈപ്പോത്തസിസ് ശരിക്കും വസ്തുതകളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഫാറ്റ് ആണ് ഹാർട്ട് ഡിസീസിന് കാരണം എന്നുള്ള രീതിയിലുള്ള പഠനം നടന്നു. ഇന്നിപ്പോൾ അതിന്റെ ആൾട്ടർനേറ്റീവ് സൈറ്റ്സിൽ നിന്ന് ഇതിന്റെ യഥാർത്ഥ ചിത്രം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് ഇതല്ല ഇതിന്റെ യഥാർത്ഥ കാരണം. ശരിക്കും സംഭവിച്ചത്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാള്
100 സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി. എക്സ് എന്ന് പറയുന്ന ആൾ 5 സ്ഥലത്തുണ്ടായിരുന്നു. ബാക്കി കോമൺ ആയിട്ട് ഒരു സ്ഥലത്തും 95 സ്ഥലത്തും ആരും ഇല്ല. പക്ഷെ എക്സ് 5 സ്ഥലത്തുള്ളതുകൊണ്ട് എക്സ് ആണ് എക്സ് ചിലപ്പോൾ അയാളുടെ ഭാര്യ വീട് എവിടെയാണ്ടായിരിക്കും ഒരു തീപിടുത്ത സ്ഥലത്ത് ചെന്നത്. പിന്നെ അയാൾക്ക് കടം വാങ്ങാൻ ചെന്നതായിരിക്കും. ഇങ്ങനെ എന്തായാലും എക്സ് 5 സ്ഥലത്തുണ്ടായിരുന്നു. ബാക്കി കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫാറ്റ് ആണ് എന്ന് പറഞ്ഞ പോലെയാണ് ഫാറ്റിന്റെ കാര്യത്തിൽ അവരെത്തിയ ഈ ഹൈപ്പോത്തിസിസ്. അതിപ്പോ ഒരുപാട് അത്തരം പഠനങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. ഫാറ്റ് ഇല്ലാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാനാവില്ല. അത് കോമ്പലുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ അറിയാം സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ആയിട്ടുള്ള ഇതുണ്ട്. അതിൽ നമ്മൾ ഈ മൃഗക്കൊഴുപ്പ് ഈ സസ്യ എണ്ണകളിൽ ഹൈഡ്രജനേഷൻ നടക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദോഷം. ഫാറ്റ് ഫ്രീ എന്നുള്ള പ്രയോഗം തന്നെ ശരിയാണ്. ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണ്. ട്രാൻസ്ഫർ ചെയ്ത്, അതായത് അതിനെ ശുദ്ധീകരിച്ച അല്ലെങ്കിൽ അതിനെ മാറ്റിയെടുത്ത ഫാറ്റാണ്. ഇപ്പം വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞു, നമ്മൾ നേരിട്ട് വെളിച്ചെണ്ണ കഴിച്ചാൽ യാതൊരു പ്രശ്നവും ഇല്ല. അത് പ്യൂരിഫൈ ചെയ്തെടുക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്നാണ് എഴുതണം. അതുപോലും തെറ്റാണെന്നാണ് പല പഠനങ്ങളും പറയണത്. കാരണം 0.5 ഉണ്ടെങ്കിൽ 0.5 ഉണ്ടെങ്കിൽ ഫ്രീ എന്ന് എഴുതാമെന്നാണ് ശരിക്കും. അപ്പൊ അത് ഫ്രീ അല്ല. അതിന് താഴെയാണെങ്കിൽ ഫ്രീ എന്ന് എഴുതാമെന്നാണ് ഈ FDA കൊടുത്തിരിക്കുന്ന ഒരു മാനദണ്ഡം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് ഫാറ്റ് ഇല്ലെന്ന്. ഫാറ്റ് ഇല്ലാതെ സാധനം നമുക്ക് എന്തായാലും ഈ ഫാറ്റ് ജീവിതത്തിന്റെ ചാക്രിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുക. ഒരുപാട് ഹൈപ്പോത്തിസിസ് വേണ്ട സാർ. അതുകൊണ്ട് സാർ ഈ അനുഭവങ്ങൾ പറഞ്ഞ അത് ശരിക്കും ഫാറ്റ് ആ ഡയറ്റ് ഒന്നുകൂടി പറയണം. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കീറ്റോ ഡയറ്റ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു സാധനം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതിനു മുമ്പ് അതിന്റെ പേരെന്തോ പറഞ്ഞ് എനിക്കത് ശരിക്കും പിടികിട്ടിയില്ല. കീറ്റോ ഡയറ്റ് നമ്മൾ ഇപ്പൊ എന്തായിരുന്നു, അറ്റ്കിൻസ് ഡയറ്റ്, ഡോക്ടർ അറ്റ്കിൻസ് ഡയറ്റ്, അമേരിക്കയിലെ ഒരു കാർഡിയോളജി ആയിരുന്നു. അതെനിക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു. അറിയാത്തല്ല, എനിക്കറിയാത്ത ഒരുപാട് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല. സാധാരണ നമ്മൾ കീറ്റോ ഡയറ്റ് ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യണം. ഇത് ഈ അനുഭവങ്ങളിലൂടെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുപാട് ജനറലൈസ് ചെയ്യേണ്ട. കാരണം അമേരിക്കയില് അച്ഛനൊരിടത്ത് അമ്മ വേറെ സ്ഥലത്ത്, പിന്നെ അല്ലെങ്കിൽ അച്ഛന് വേറെ പലയിടത്തും അമ്മ വേറെ. കേരളത്തിൽ അങ്ങനത്തെ ഒരു കുടുംബ ബന്ധമല്ല. അപ്പം അമേരിക്കയെക്കാൾ കൂടുതൽ ടെൻഷൻ കേരളത്തിലാണെന്നൊക്കെ പറഞ്ഞ് ജനറലൈസ് ചെയ്യുന്ന ഒരു ഇത് അതല്ല. അവിടെയൊക്കെ ഇതിൽ വലിയ ടെൻഷനാണ്. അവിടെ കുട്ടികളെ നോക്കുന്നില്ലല്ലോ, കുട്ടികളെ ഇങ്ങോട്ട് വളർന്നു വരികയാണ്. ഇവിടെ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പം അവിടുത്തെ സൈക്കോളജി നമ്മൾ അതേപടി ഇവിടെ അപ്ലൈ ചെയ്യേണ്ട, ഫ്രോയിഡിന്റെ ഒക്കെ സൈക്കോളജി അതേപടി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ. കാരണം നമ്മളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ 2 അടിയൊക്കെ കൊടുക്കും. അത് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതല്ല മറ്റത് അടിക്കാൻ അവകാശമില്ല. കാരണം മക്കള് സ്വന്തം ഇഷ്ടത്തിൽ അവൻ കാർ കഴിയോ പത്രം വിറ്റോ ഒക്കെ ആയിരിക്കും അവൻ ജീവിച്ചു വരുന്നത്. ആ 2 പേരും 2 സ്ഥലത്തായിരിക്കും അച്ഛനും അമ്മയും. ഇവിടെ കുറച്ചുകൂടിയൊക്കെ ഇവിടെ അത്ര വലിയ നമ്മൾ ഈ പറയുന്ന അത്ര വലിയ ടെൻഷനൊന്നും ഇല്ല. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ആർക്കാ ഇല്ലാത്ത ആ തരത്തിലേ ഉള്ളു. പക്ഷെ മറ്റു പല കാരണങ്ങളും ഉണ്ടാവും ഡയബറ്റീസിന് കേരളത്തിൽ കൂടുന്നതിന്. പ്രധാനമായിട്ടും നമ്മളെ അനാവശ്യ ആരോഗ്യബോധമാണ്. ആവശ്യമില്ലാതെ പോയി ടെസ്റ്റ് ചെയ്യുന്നു. എനിക്കറിയാവുന്ന ഒരു പേഷ്യന്റ്, എനിക്കറിയാവുന്ന ഒരാളുടെ കാര്യം ഞാൻ പറയാം. അയാൾക്ക് 350 ഷുഗർ. അപ്പോൾ ഇത് കേട്ട ഞങ്ങളുടെ വാർഡ് മെമ്പർക്ക് ഒരു 180 മേളിലായാൽ തന്നെ വലിയ പ്രശ്നമാണ്. വാർഡ് മെമ്പർ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പുള്ളിക്ക് 350. ഞാൻ പറഞ്ഞ പുള്ളിക്ക് അതാണ്. പക്ഷെ പുള്ളി ഒരു ചികിത്സയും ചെയ്യാറില്ല. പുള്ളി അതിനെപ്പറ്റി ബോധേഡല്ല. ഈ ബോധേഡാവുന്ന നമ്മളെ അനാവശ്യ ബോധങ്ങൾ എന്ന് വെച്ചത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല. അനാവശ്യ ബോധം എന്ന് വെച്ചാൽ ബോധം ഇല്ലാത്തതൊക്കെ നല്ലതാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ബോധം വേണം. പക്ഷെ നമ്മളൊന്നും ജനറലൈസ് ചെയ്യേണ്ട. സാർ ഡോക്ടർ ഇനിയും അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പറയണം. ഇത്തരം റിസർച്ച് ഒക്കെ നടത്തിയിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ഓക്കെ ഡോക്ടർ ഫരീദ് ബാബാഖാൻ സാർ ഇന്നലെ സംസാരിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാറിന് കുറെ ഡൗട്ട്സ് ഉണ്ട്. ഞാന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഇബ്രാഹിം വൈദ്യൻ ഡോക്ടർ, കുര്യൻ പിള്ള, പിന്നെ ഹരിഹരൻ ഡോക്ടർ, ഇവര് ഇങ്ങനെ സീനിയർ ഡോക്ടേഴ്സ് പറയുന്നത് വളരെ അനുഭവത്തിൽ നിന്നും അതിൻ്റെ അനുഭവത്തിൻ്റെ ജീവൻ അതിനെ തുടിക്കുന്നുണ്ട് ശരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്തില്ലെങ്കിൽ പോലും മാറി ചിന്തിക്കാൻ ഉതകുന്ന ചില ചിന്താശകലങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വൈദ്യ ഡോക്ടറെ. എപ്പോഴും പറയുമ്പോഴും അദ്ദേഹം ഒരു അല്പം മാറി ചിന്തിക്കുന്ന രീതിയിൽ പറയാറുണ്ട് ഓരോ കാര്യങ്ങളും. ഹൈപ്പോത്തിസിസ് ആണെങ്കിലും ഈ ഡയറ്റിൻ്റെ, അതായത്
കൊഴുപ്പ്, ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, ഇവയുടെയൊക്കെ ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, നോട്ട് വെരി ഈസി ഒന്നുമല്ല. ഇതിൻ്റെ തമ്മിലുള്ള റിയാക്ഷൻസും ബയോകെമിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഔട്ട്പുട്ടാണ് നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ഡോക്ടർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു റിസർച്ച് മെൻറ്റാലിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു മോഡേൺ ടൈമിൽ, ഇപ്പോഴത്തെ പ്രസന്റ് ടൈമിൽ വളരെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു മാതൃകാപരമായ സംഗതിയാണ്. ശരിക്കും ഒരു റിസർച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ വേറെ ആൻഡമിസ്റ്റ് മറ്റേതൊന്നും പോകാതെ ഈ കാര്യങ്ങളിലായിരിക്കും ശരിക്കും ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ, കുര്യൻ ഗുരുള്ള നമ്മുടെ നാട്ടുകാരനാണ്. അതുപോലെ തന്നെ ഹരിഹരൻ ഡോക്ടറും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ പറയുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് പ്രാമേത്യൻ ഡോക്ടറോട് ഇനിയും ഈ വക കാര്യങ്ങളുമായിട്ട് വരണം, ഇതിൽ പ്രസന്റ് ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകമായിട്ട് ഒരു ഇത് പറയുന്നില്ല. ഞാനും കുറച്ച് കെമിസ്ട്രി പഠിച്ചിരുന്ന ഒരാളായതാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്, എൽഎച്ച് കെമിസ്ട്രി ആണ്, ബയോ കെമിസ്ട്രി ഒക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചില കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും മിക്കവാറും ആൾക്കാർക്ക് അതിനകത്ത് ശ്രദ്ധിച്ചവർക്കെല്ലാം ഇതായിട്ട് കാണും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ, താങ്ക് യു വെരി മച്ച്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. കുരുവിള സാർ ഇവിടെ കണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് സാറ് മുങ്ങിയോ? സാറിനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സാർ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നല്ലോ. കാഴ്ച പ്രശ്നം എനിക്ക് തോന്നുന്നു. ഞാൻ ഡോക്ടർ കണ്ടില്ല. ഡോക്ടർക്ക് കാഴ്ചയും ചില ശബ്ദത്തിന്റെയും പ്രശ്നങ്ങളുണ്ട്. കൊഴുപ്പ് കൂടുതൽ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ കുരുവിള സാറെ കാണുന്നുണ്ടോ? കുരുവിള സാറെ ഇപ്പൊ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. സാർ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം കിട്ടും, എന്നാലാണ് ഇപ്പൊ കാഴ്ച വന്നു കേട്ടോ, കാഴ്ച വന്നു. സാറ് സംസാരിച്ചോളൂ സാറ്. സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ സാറ്. സംസാരിച്ചോളൂ സാർ. സാറ് സാറ് അൺമ്യൂട്ട് ചെയ്തു. സാറ് കുരുവിള സാറ് സംസാരിച്ചോളൂ. സാറിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലെന്നോ? മനോജ് ഡോക്ടറുടെ അഭിപ്രായം കേട്ടിട്ട് അപ്പൊ സാറിന്റെ അടുത്തോട്ട് പോവാം. മനോജ് ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തു, കണ്ടില്ല. അതാണ് പറഞ്ഞു കൊഴുപ്പ് കൂടുതൽ കഴിക്കണം. അത് പക്ഷെ ആ സ്ക്രീനിന്റെ ഭാഗത്താണ്, അത് കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാനൊരു ഒന്നിന്റെ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാന വിഷയം ഹനുമാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സർക്കസ് കൊണ്ടൊന്നും കാര്യം നടക്കില്ലായിരുന്നു. ഒരു മയാസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് അസുഖങ്ങൾ കാരണം. അതേ സ്വന്തം അനുഭവം വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന തിയറി വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം അനുഭവത്തിൽ പറയുന്നത് ധാരാളം മാനസിക പ്രശ്നങ്ങൾ അറിയാമല്ലോ. 22 വർഷത്തിലേക്ക് 11 തവണയാണ് അദ്ദേഹം താമസം മാറേണ്ടി വന്നത്. മക്കളെയും കുടുംബത്തെയും കൊണ്ടുപോയി അപകടമുണ്ടായി, ദുരന്തങ്ങളുണ്ടായി. ഒരു നിസ്സാര കോവിഡ് വന്ന് നമ്മൾ വന്നിട്ട് കളക്ടർമാരെ ഓർഡർ ഉണ്ടാവും, നമ്മൾ വിഷമിച്ച ഒരു സമയം നമുക്കറിയാം. അപ്പൊ അത്രയും ഇരിക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ദാരിദ്ര്യം ഒരറ്റത്ത്. യൂറോപ്പിലാണ് അറിയാമല്ലോ, ഗലീലയുടെ അവസ്ഥ അറിയാലോ. അപ്പൊ അവിടെ നിന്നൊക്കെ നട്ട് അദ്ദേഹത്തിന് പറയുന്നത് എനിക്ക് ഡിസീസ് ബാധിച്ചിട്ടില്ല. കാരണം എന്താണ്? മയാസമാണ് കാരണം. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഹോമിയോപ്പതിയുടെ ക്രെഡിറ്റ് ഇല്ലാതാക്കാൻ ചിലർ ഇതിനെ ആഹാരത്തിന്റെ തീയറിയുമായിട്ട് കൂട്ടിക്കെട്ടിട്ടോ അദ്ദേഹം പറയുന്നു. അതൊന്നും അല്ല കാരണം. യഥാർത്ഥ കാരണം ഫണ്ടമെന്റൽ കോസ് തന്നെയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ രോഗം ഉണ്ടാവുള്ളൂ എന്ന് വ്യക്തമാണ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതെങ്കിൽ പഠിക്കുന്നതിന് തെറ്റില്ല, പക്ഷെ അതൊന്നും അല്ല ശരി. കാരണം ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, സൗരവ് ഗാംഗുലിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും ആയിരുന്നു നമുക്കറിയാമല്ലോ. എത്രയോ പേർക്കാണ് സിനിമാ രംഗത്തും സ്പോർട്സ് രംഗത്തും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ. മാൽക്കം മാർഷൽ ക്യാൻസർ വന്നു, 47-ാം വയസ്സിൽ മരിച്ചുപോയി. നമുക്കറിയാം യുവരാജ് സിംഗ് ലങ് ക്യാൻസർ വന്നു. ഇവർക്കാർ എക്സസൈസ് ഇല്ലാതുണ്ടല്ലോ, ധാരാളം പേരുണ്ട്. PT ഉഷ ഓടുന്ന അത്ലറ്റ് ആണ്, ഓടിക്കുന്നതാണ്, ഒരു കാലസൊന്നുമില്ലേ. അപ്പൊ ഇത് ഭാഗികമായ സത്യത്തെ നമ്മൾ വെറുതെ ഒരു സമയം ചിലവാക്കൽ അപേക്ഷയാണ്. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. അതിന് പറയാനുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ഹോമിയോ ഡോക്ടർമാര് അതിന് വേറെ സമയങ്ങളുടെ കാര്യം എനിക്ക് അഭിപ്രായമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു കാരണം എനിക്ക് തോന്നുന്നത്, കേരളത്തിൽ ഇത്തരം രോഗം കൊണ്ടാണ് കാരണം ധാരാളം അലോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്നുള്ളതാണ്.
ധാരാളം പേര്. എനിക്കൊന്ന് ഇന്ത്യയിൽ മൊത്തം വിൽക്കുന്നതിൽ 30% അലോപ്പതി മരുന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്നു. ഇപ്പം മാത്രമല്ല വീടുകൾ തോറും കയറിറങ്ങി മരുന്ന് കൊടുക്കുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അസുഖം ഉണ്ടാക്കി മരുന്ന് കൊടുത്ത് വീണ്ടും രോഗം ഉണ്ടാക്കുന്ന പ്രോസസ് നടക്കുന്നു. അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഹനുമാൻ അവിടെ പറയുന്നുണ്ട്, ദീസ് ആർ കണ്ണിങ്ലി ഡിവൈസ്ഡ് ഫോർ കൺവീനിയൻസ്. നമ്മൾ മറക്കരുത്, കണ്ണിങ്ലി ഡിവൈസ് ഫോർ കൺവീനിയൻസ്. 200 വർഷം മുമ്പ് മഹാത്മാവ് പറഞ്ഞത് ഇന്ന് സത്യമാണ്. എബ്രഹാം വൈദ്യൻ ഡോക്ടർക്ക് സുഖമില്ലാതായ കാര്യം എനിക്കറിയാം. ഡോക്ടറും ഫാറ്റും കൊഴുപ്പ് പോകുന്ന ഡോക്ടർക്കും വയ്യാതെ എനിക്കറിയാം. അപ്പൊ ഇതൊന്നും അല്ല കാരണം, ഫണ്ടമെന്റൽ കോസ് തന്നെ കാരണം. പക്ഷെ നമുക്ക് ജനറൽ മാനേജ്മെന്റ് നമുക്ക് ഭാഗികമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അല്ല വെറുതെ സമയം കളയരുത് എന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. കാരണം നമുക്കറിയാം കൊളസ്ട്രോൾ, പാം ഓയിൽ, ഒരുപാട് സമയങ്ങളില്ലേ. ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, എന്തെല്ലാം ബഹളമായിരുന്നു. അതെന്ത് സംഭവിച്ചു? നേരത്തെ നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ മല പോലെ ഒന്ന് എലി പോലെ പോയി. അതെനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓരോരുത്തർക്ക് വിവിധതരമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ചിലവർ ഹാനുമാൻ പറയുന്നതാണ് 100% ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ശരിയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓരോ കാലഘട്ടത്ത് നമ്മൾ എല്ലാ മനുഷ്യർക്കും പൂർണ്ണതയും കുറച്ച് പൂർണ്ണതയുണ്ട്. എല്ലാവരും പൂർണ്ണ മനുഷ്യരെല്ലാവരും പൂർണ്ണരല്ല. അപ്പോൾ ഞാൻ ആ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പല കാലങ്ങളിലും നമ്മൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ ഇതിനെ കുറിച്ച് തന്നെ, ഇപ്പോൾ ഫുഡിനെ കുറിച്ച് തന്നെ പല അഭിപ്രായങ്ങൾ വന്നു. ഓരോരുത്തരുടെ അഭിപ്രായം അവരവരുടെ ജീവിത ശൈലിയിൽ നിന്നും അവരുടെ അനുഭവങ്ങൾ കിട്ടുന്ന ഇതിൽ നിന്നാണ് നമ്മളൊരു ഇതിലോട്ട് എത്തുക, ഒരു ശരിയിലേക്ക് എത്തുക. നമ്മൾ പൂർണ്ണ ശരിയിലല്ലല്ലോ, നമ്മളൊരു മനുഷ്യന്റെ പൂർണ്ണ ശരിയിലല്ല. പൂർണ്ണ ശരിയിലോട്ട് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കുരുവിള സാറ് ഒന്ന് സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത്. സാറ് സംസാരിക്കാം. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? സുരേഷ് ഡോക്ടർ സാറ് ഇത് സാറിന്റെ ഓഡിയോ ഓപ്പൺ അല്ല. സുരേഷ് പി കെ പറയാം, ഒരു സെക്കൻഡ്. ധനുഷ് ഡോക്ടർ സംസാരിച്ചു. അല്ല, വളരെ എന്നോടാണോ? ഹലോ. ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചപ്പോഴൊരു ചെറിയ കാര്യമാണെന്ന് തോന്നിയപ്പോഴേ എനിക്ക് തോന്നി ഇതൊരു ചെറിയ കാര്യമല്ല. ഈ ചോദ്യം ഒരു വളരെ പ്രസക്തമായ ഒരു ഉത്തരത്തിലോട്ട് നമ്മളെ നയിക്കുന്ന ഒരു ചോദ്യമാണ്. ചെറിയ മീനല്ല. അപ്പൊ ആ ചോദ്യം ചോദിച്ച ആളുടെ ആ തലയിലുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു ദിവസം. എന്തായാലും അത് വളരെ ഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായാലും അതിൽ കൂടുതൽ അഭിപ്രായം ഒന്നും പറയുന്നില്ല. കാരണം ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അതും ഒരു ദിവസത്തേക്ക് കാണും. അതുകൊണ്ട് നമുക്കത് പിന്നീടാവാം. നമുക്ക് സുരേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിലോട്ട് പോവാം. ഞാൻ എന്നിട്ട് കുരിയുള്ള സാറിനെ ഒന്ന് വിളിച്ച് പറയുകയും ചെയ്യാം. സാറൊന്ന് ബിഹേവ് ചെയ്തിട്ട് കയറാം. നമസ്കാരം. എബ്രഹാം വൈദ്യൻ ഡോക്ടർ നന്നായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഒത്തിരി വേരിയസ് രീതി ചിന്തിക്കാൻ പറ്റുന്ന ഒരു വലിയ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ ഒരു ആയുർവേദിക് കൺസെപ്റ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ വൈകിട്ടത്തെ ഫുഡിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, 7 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കണം എന്നാണ്. അതുപോലെ തന്നെ വാദപിത്ത കഫ ഒരു കണക്ഷൻ ഉണ്ടായിന്. അപ്പൊ വാദികമായിട്ട്, അതായത് തീരെ മെലിഞ്ഞ ആൾക്കാര് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചാൽ കുറച്ചുകൂടെ മെലിയുമെന്നും, ഫുഡിന് ശേഷം വെള്ളം കുടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വണ്ണം വെക്കും, ഒബേസിറ്റി കൂടുമെന്നും, അങ്ങനെയൊക്കെ കുറെ കൺസെപ്റ്റുകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നന്നായിട്ട് പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പം സാറിനോട് ചോദിക്കാൻ വന്ന ഒരു കാര്യം, ബ്രഹ്മ ഡോക്ടറോട് ചോദിക്കാൻ വന്നൊരു കാര്യം, ഈ ഡയറ്റില് വെജിറ്റബിൾസിന്റെ ഒരു ഇമ്പോർട്ടൻസ് സാറ് അതിനകത്ത് അത്ര സൂചിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ കേട്ടിട്ട്. അതായത് ചോറ് കഴിക്കുന്ന കാര്യത്തില് എനിക്കൊരു വളരെ സംശയം ഉണ്ടായിരുന്ന കാര്യം, പച്ചരി ചാക്കരി ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് പോലും എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആക്ച്വലി ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പം അതിനൊരു ഐഡിയ വന്നു. എങ്കിൽ പോലും അതിന്റെ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഒരു ദിവസം നമ്മൾ കഴിക്കുമ്പോൾ ഈ ചോറ് എത്ര കഴിക്കാം, അതിന്റെ കൂടെ ബാക്കിയുള്ളത് എങ്ങനെ വേണം എന്നുള്ള ഒരു ഐഡിയ നല്ലതായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ. അതുപോലെ അണ്ടർഗ്രൗണ്ട് സിസ്റ്റംസിന് കലോറി കുറവാണ് എന്നൊരു കൺസെപ്റ്റ് അല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നേരെ തിരിച്ചാണ്. ഞാൻ കൂടുതൽ പേഷ്യൻസിലും ഡയബറ്റിക് പേഷ്യൻസിലും തൈറോയിഡ് പേഷ്യൻസിലും ഒക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് പലതും കഴിക്കാൻ പാടില്ല. അതിനകത്ത് ആകെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാരറ്റ് മാത്രമാണ് കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഈ കേരള ഇതിനകത്ത് ചേന പറയാറുണ്ട്, പിന്നെ ചേമ്പ് പറയാറുണ്ട്, ഇത്ര മാത്രമേ പറയാറുള്ളൂ, ബാക്കി ഒന്നും കഴിക്കാനേ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്.
പക്ഷെ സാറിപ്പോ പറഞ്ഞു അതിനകത്ത് കലോറി കുറവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതൊരു കുറച്ചുകൂടെ ഒരു ആശാഭാവമായിട്ട് തോന്നി. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത് തിരിച്ചാണ്. എന്തായാലും ചിന്തിപ്പിക്കാൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു. ഇത് വളരെ നന്നായിരുന്നു. സാറിന്റെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് പറയാമോ? അതിനകത്ത് ചോറും ബാക്കിയുള്ള ഫുഡ് എന്തൊക്കെയാണ് ഒരു ഫുഡിൽ വേണ്ടത്? രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും എന്ത് വേണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ നല്ലതായിരുന്നു. ആയുർവേദത്തിന്റെ കൺസെപ്റ്റ് വെച്ച് തന്നെ പറയുമ്പോൾ വയറിന്റെ കാൽഭാഗം ആഹാരം കൊണ്ട് നിറയ്ക്കണമെന്നും ബാക്കി ഭാഗം കുറച്ച് വെള്ളം ബാക്കി എം ടി ആയിട്ട് കിടക്കണമെന്നാണല്ലോ. അപ്പോൾ നമ്മുടെ വയറിന്റെ കപ്പാസിറ്റി ഒക്കെ നോക്കി വരുമ്പോഴത്തേക്ക് ഒരു 150-200 ഗ്രാമിൽ കൂടുതൽ ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉച്ചക്കത്തെ ഡയറ്റിനെ പറ്റി പറഞ്ഞു, 1/3 ഭാഗം അരിഭക്ഷണമാകാം. നമ്മൾ കഴിക്കേണ്ടതിന്റെ 1/3 ഭാഗം അരിഭക്ഷണമാകാം. ബാക്കി 3-2 ഭാഗം വെജിറ്റബിൾസോ നോൺ വെജിറ്റബിൾസോ ഒക്കെ ആകാം. ഞാൻ വെജിറ്റബിൾസിനെ പറ്റി ഊന്നി പറയാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനോട് യോജിപ്പില്ലാതെ എനിക്ക് വിയോജിപ്പുള്ള മേഖലയാണത്. കാര്യം ചില ഈ പ്രത്യേക സ്ഥലം മറന്നുപോയി, ഈ മഞ്ഞ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന ചില മനുഷ്യര്, പേര് എക്സാക്ട് സ്ഥലം വിട്ടുപോയി എനിക്ക് പെട്ടെന്ന് ഓർമ്മ. എസ്കിമോകൾ ഇത് നോൺ വെജ് മാത്രമേ കഴിക്കുന്നുള്ളൂ. മീൻ അവർ പ്രധാനമായിട്ട് കഴിക്കുന്നത്. അവര് വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ അത് കാണുമ്പോൾ വെജിറ്റബിൾ കഴിക്കണമെന്നുള്ളത് എന്തോ നിർബന്ധം. അങ്ങനെ പല ഭാഗം നോക്കുമ്പോഴത്തേക്കും നോൺ വെജ് കഴിക്കുന്ന പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ചോദ്യം ഗുരു നിത്യചൈതന്യയോടെ ഒരാൾ വന്ന് ചോദിച്ചു. അത് വേറെ വിഷമിച്ചാണ് ചോദിച്ചത്. നോൺ വെജും വെജിറ്റബിൾ ഡയറ്റ് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗുരുക്കന്മാര് ജനറൽ ആൻസറിൽ കൊടുക്കുന്നത്, ഓരോ വ്യക്തികൾക്ക് ആൻസർ കൊടുക്കുന്നത്, ഓരോ വ്യക്തിയുടെ മാനസികതയെല്ലാം നോക്കിയിട്ട് ആൻസർ. എന്തായാലും അതിനോട് പറഞ്ഞത് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയതില്ലേ, ഏതാണ്ട് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡി നടത്തിയതില്ലേ, ആനിമൽ പ്രോട്ടീനിലും വെജിറ്റബിൾ പ്രോട്ടീനിലും ആ പ്രോട്ടീൻ്റെ അളവിൽ യാതൊരു വ്യത്യാസവും കണ്ടില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്തോ കുഴപ്പം എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ അത് കഴിക്കുന്നവർക്ക് കഴിക്കാം, എന്നാൽ ഒരു സഹജീവി കഴിക്കുന്നു എന്നുള്ള ബോധം ആർക്കെങ്കിലും തോന്നിയാൽ അത് കഴിക്കരുത്, അത് വിഷമാകും. അത്രേ പറയാനുള്ളൂ. അപ്പോ സമയം ഏതായിരുന്നാലും വൈകി ഒരു കാര്യം പറയട്ടെ. ഭഗവത്ഗീതയിൽ 3 തരം ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. സത്വ, രജോ, തമോ ഗുണത്തിലുള്ള. ഇപ്പൊ സാത്വികനായിട്ടുള്ളൊരു വ്യക്തി തമോ ഗുണമായിട്ടുള്ള രാജസമായിട്ടുള്ള ആഹാരം കഴിച്ചിരുന്ന പ്രശ്നങ്ങളുണ്ട്. രാജസമായിട്ട് ഇപ്പൊ യുദ്ധം ചെയ്യാൻ പോകുന്ന വ്യക്തി സാത്വികന്റെ ആഹാരം കഴിച്ചിട്ട് അവൻ യുദ്ധം ചെയ്യാൻ പോയി തീർന്നാൽ വല്ലവനും അടിച്ചു പോകുന്ന അപ്പൊ തന്നെ കുടിയിലാക്കും. പിന്നെ താമസ ഫുഡ്, അതായത് നമ്മൾ ഈ ഇതുപോലെയുള്ള മദ്യം, മയക്കുമരുന്ന് ഇതെല്ലാം വരും. അത് ആ വ്യക്തികൾക്ക് അപ്പൊ ഓരോരുത്തർക്കും യോജിച്ചതായിട്ടുള്ള ആഹാരമാണ് എപ്പോഴും ഉത്തമം. സാത്വികന് ഇപ്പൊ പാട്ട് പാടുന്ന വ്യക്തിക്ക് ഇറച്ചിയൊക്കെ ഒരു 5 കിലോ ഇറച്ചിയൊക്കെ ഒന്ന് കഴിച്ച് മസിലൊന്ന് പെരുക്കി നിർത്തി പാട്ട് പാടേണ്ട കാര്യമില്ല. അയാൾ പയ്യ ലാഘവത്തോടു കൂടിയുള്ള ആഹാരമൊക്കെ കഴിച്ചാൽ മതിയാവും. യുദ്ധം ചെയ്യാൻ പോകുന്നവൻ യുദ്ധം ചെയ്യുന്ന ആ രീതിയിലാണ് പോകേണ്ടത്. ഇതൊക്കെയാണ് പൊതുവെ വേദഗ്രന്ഥങ്ങളൊക്കെ ഉദ്ഘോഷിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാനിപ്പോ ബൈബിളിൽ തന്നെ ഒരു ഭാഗം പറയുന്നതെന്ന് പറഞ്ഞിരുന്നാൽ ഡു നോട്ട് ഈറ്റ് ദീസ് ആനിമൽസ്. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ 7 പറയുന്നുണ്ട്, പിഗ് കഴിക്കാൻ പാടില്ലെന്നാണ്. പന്നി മാംസം യഹൂദരുടെ ഫുഡായിട്ട്. ഡു നോട്ട് ഈറ്റ് പിഗ്സ്, ദേ മസ്റ്റ് ബി കൺസിഡേർഡ് അൺക്ലീൻ. They have divided hoofs but do not chew the cud. അങ്ങനെയാണ് പറയുന്നത്. അതായത് അങ്ങനെ കഴിക്കാൻ പാടില്ലെന്നാണ്, പിഗ് കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. യഹൂദന്മാർ കഴിക്കത്തില്ല, മുസ്ലിംസ് കഴിക്കാറില്ല. അത് അന്ന് വൃത്തിഹീനമായൊരു ജീവിയായിട്ട് കണ്ടതുകൊണ്ടാണ്. പക്ഷെ എന്നാൽ വൃത്തിയുള്ള രീതിയിൽ വളർത്തുന്ന പിഗ് പിൽക്കാലത്ത് വന്നിരുന്നപ്പോൾ അത് കഴിക്കാമെന്നുള്ള നിയമവും വന്നു. അപ്പോൾ ഇതൊക്കെ ആപേക്ഷികമാണ്, ഓരോ കാലഘട്ടത്തിലെ ആപേക്ഷികമാണ്. ജീസസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും നീ കഴിക്കുന്നതല്ല നിന്നെ അശുദ്ധനാക്കുന്നത്, നിന്നിൽ നിന്ന് പുറപ്പെടുന്നതാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതാണ് നമ്മളെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഉള്ളിൽ പോകുന്നതൊക്കെ അതുവഴി ആ വഴിക്ക് അങ്ങ് പൊക്കോളുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് സിദ്ധാന്തങ്ങൾ പറയുന്നു. നമുക്ക് ഏതാനും വൈകിയ വേളയിൽ ധനേഷ് ഡോക്ടർ നന്ദി പറഞ്ഞിട്ട് താങ്ക്സ് പറയുക. ചന്ദ്രബാബു ഡോക്ടർ ഉണ്ട് ഈ ഗ്രൂപ്പില്. അദ്ദേഹം ഇതിന്റെ ഡയറ്റിനെ കുറിച്ച് നന്നായിട്ട് ഇനിയിപ്പോ സമയം ഒരുപാടായി. ഇനി അദ്ദേഹത്തിന് ഒരു ക്ലാസ്, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. നാളെ ജയേന്ദ്രബാബു ഡോക്ടർ ഇപ്പോഴുണ്ടോ? ഇപ്പൊ കാണണമല്ലോ, സാധാരണ എല്ലാ ദിവസവും കയറുന്നതാണ്. അല്ല, ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ പ്രോഗ്രാം ഡോക്ടറോട് തുടങ്ങാം. ഒന്ന് നോക്കട്ടെ, കാണുന്നില്ല. നോക്കട്ടെ, നാളെ നമുക്ക്
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് അത് തന്നെ വെക്കാം. അപ്പൊ KNJ ബാബു അല്ലേ ഉണ്ടല്ലോ? അത് തന്നെ ഉണ്ട്. ഇവിടെ ഒന്ന് വേണമെങ്കിൽ ബാബു ഡോക്ടർ KNJ ബാബു ഡോക്ടറോട് ഞാൻ സംസാരിക്കും. ഡോക്ടർക്ക് ഭയങ്കര മടിയാണ്, ഞാൻ പറഞ്ഞിരുന്നു, പല പ്രാവശ്യം പറഞ്ഞു. ഹലോ, ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് അങ്ങനെ ഒരു ചർച്ച, എന്തായാലും നാളത്തെ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം വീണ്ടും നമുക്കൊന്ന് കൊടുക്കാം. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഒരു നല്ല ധനേഷ് ഡോക്ടർ ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തുള്ള ആളാണ്. ധനേഷ് ഡോക്ടറാണ് കുറച്ചുകൂടി അടുത്ത്. കുടുംബക്കാരനെന്ന് പറയാവുന്ന രീതിയിൽ അത്ര അടുപ്പമുള്ള ഡോക്ടറാണ്. അപ്പൊ ഞാൻ എന്തായാലും ഡോക്ടറെ എന്ന വേദിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം നാളത്തേക്ക്. എന്തായാലും നാളത്തെ ഇംഗ്ലീഷ് സെഷൻ തീരുമാനമായിട്ടില്ല. മിക്കവാറും മെമ്മറീസുമായിട്ടൊക്കെ നമ്മൾ തന്നെ വരേണ്ടി വരുമെന്ന് തോന്നുന്നു. ആരെങ്കിലും പലരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നാളെ ബിജു ഡോക്ടർ ആയിരുന്ന ഡോക്ടർക്ക് ചില സാങ്കേതിക തടസ്സം വന്നതിനാൽ അടുത്ത ഫ്രൈഡേയിലോട്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇംഗ്ലീഷ് സെഷൻ. അതുകൊണ്ട് നാളത്തെ ഇംഗ്ലീഷ് സെഷൻ മിക്കവാറും നമ്മൾ തന്നെ നായകനാകുന്ന ലക്ഷണമാണ്. എന്തായാലും അതെ, ഗോളി മുമ്പിൽ കയറി ഗോൾ അടിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഗോൾ അടിച്ചാൽ മതിയല്ലോ, ആരാണെങ്കിലും അടിക്കട്ടെ. അപ്പൊ അങ്ങനെ 465 ദിനം വളരെ ഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു ഇന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള അമീർ മാലിക് ഡോക്ടറുടെ ഇംഗ്ലീഷ് സെഷനും. അതിനുശേഷം നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ച തിരി ഇന്ന് ഗംഭീരമായി നെല്ല് കത്തുകയും അവസാനം അത് പൊട്ടി നല്ലൊരു രീതിയിൽ അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ അതിനുള്ള സപ്പോർട്ടുകളും അതിനുള്ള അഡീഷണലുകളും എല്ലാം ആഡ് ചെയ്ത് ഇന്നത്തെ ദിനം എല്ലാവർക്കും ഓർമ്മിക്കാൻ പറ്റിയ ഒരു ദിനമായി മാറ്റിയിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇനിയും ഇട്ടിരിക്കുന്ന ഒരു ബാക്കി ഭാഗം നാളെ പറ്റുമെങ്കിൽ നമുക്ക് തുടരാനാവും. ഒരു മിനിറ്റ്, നമുക്ക് അമീർ മാലിക് ഡോക്ടർ ഫോളോ ഓൺ ചെയ്യിക്കാം. അമീർ മാലിക് ഡോക്ടർ ഫോളോ ഓൺ ചെയ്യിക്കാമെന്ന് ഡോക്ടറിനെ ക്രിക്കറ്റിന്റെ ഭാഷ പറയുന്ന ആളല്ലേ? അതെ, ഫോളോ ഓൺ ചെയ്യിക്കുകയാണ്. ശ്രമിക്കുന്നുണ്ട്, വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രീഫാക്കാൻ പറഞ്ഞാൽ മതി ഡോക്ടറോട്, കാര്യങ്ങളൊന്ന് ബ്രീഫാക്കാൻ പറയണം അമീർ മാലിക്. ക്ലാസ് ആയിരുന്നില്ലേ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് വിഷയം അവതരിപ്പിച്ച എബ്രഹാം വേദ പ്രത്യേകിച്ചും, അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി IFBHന്റെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഇതോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് ഒഫീഷ്യലായിട്ട് കൺക്ലൂഡ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.